കുഴപ്പങ്ങളുടെ പുതുയുഗമാണ് കേരളത്തിലെ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. കണ്ണൂരിൽ മന്ത്രി വീണയെ KSUക്കാർ ആക്രമിച്ചപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞത് KSUക്കാർ മന്ത്രിയുടെ അടുത്തു പോലും പോയിട്ടില്ലെന്നാണ്. മന്ത്രിക്ക് മുഖാമുഖം നിന്ന് കരിങ്കൊടി കാട്ടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. അവിടെ വെച്ച് മന്ത്രിക്ക് നേരെ അപായകരമായ നിലയിൽ പെരുമാറുന്ന ഘട്ടത്തിലാണ് പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നത്. ആരോഗ്യമന്ത്രിയുടെ തൊട്ടടുത്ത് സമരക്കാരായ അക്രമികൾ എത്തുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് വലയത്തിനുള്ളിൽ മന്ത്രിയുടെ കഴുത്തിനരികെ മുഷ്ടി ചുരുട്ടുന്നതും വ്യക്തം. ദൃശ്യങ്ങൾ കണ്ടയാളുകൾക്ക് സതീശൻ പറഞ്ഞത് അപ്പാടെ നുണയാണെന്ന് മനസ്സിലായി. മന്ത്രി വീണ ജോർജിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ റീത്ത് വെച്ചപ്പോൾ മുഖം രക്ഷിക്കാൻ പ്രതികളായ യൂത്ത് കോൺഗ്രസ്സുകാരെ തള്ളിപ്പറയേണ്ടി വന്ന വി.ഡി. സതീശന് കണ്ണൂരിലും പാളി. സമരത്തിൻ്റെ പേരിൽ അതിക്രമം കാട്ടിയവരെ ന്യായീകരിക്കാൻ ശ്രമിച്ച് അടപടലം പാളി. കപ്പയും ചമ്മന്തിയും കഴിച്ച് തെരഞ്ഞെടുപ്പ് ലാക്കാക്കി PR വർക്കുമായി മുന്നോട്ടു പോകവേ KC വേണുഗോപാലിന് കിട്ടിയത് മുട്ടൻ പണിയാണ്. 7 കോടിയുടെ പേയ്മെൻറ്റ് സീറ്റ് കോഴ ആരോപണം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് 7 കോടി തട്ടിയെന്നാണ് ആരോപണം. കൊടുക്കുന്നിൽ സുരേഷ് MP-യും KC വേണുഗോപാലിന് ഒപ്പമുണ്ട്. പ്രിയങ്കയുടെ PAയ്ക്കെതിരെയും ആരോപണം ഉയരുന്നു. പണം ചോദിച്ചപ്പോൾ പ്രിയങ്ക മോശമായി പെരുമാറിയെന്നും പരാതിക്കാരൻ പറയുന്നു. ഹരിയാന മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് ഗൗരവ് കുമാറാണ് പരാതിക്കാരൻ. പണ ഇടപാടിൻ്റെ ചില രേഖകളും പരാതിക്കാരൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ സാഹചര്യമാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജെക്സി തോമസ് CPIM, ബി റജി കോൺഗ്രസ് സഹയാത്രികൻ, അഡ്വക്കേറ്റ് N. ലാൽകുമാർ ഇടത് നിരീക്ഷകൻ. ഞാൻ ആദ്യം ജയ്ക്കിലേക്ക്. 2 സാഹചര്യങ്ങൾ കോൺഗ്രസ് വല്ലാതെ കുരുക്കിലായിട്ടുള്ള പ്രതിക്കൂട്ടിലായിട്ടുള്ള 2 സാഹചര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് പൊതുവിൽ മാധ്യമങ്ങളിൽ അത്ര കാര്യമായി ജയ്ക്ക് എത്രമാത്രം അത് കണ്ടിട്ടുണ്ട് എന്നതുകൂടി പറയുന്നത് നന്നായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെയാണ് ഈ പറഞ്ഞ ഹരിയാന സ്വദേശിയായ ഗൗരവ് കുമാർ എന്ന പരാതിക്കാരൻ, അവിടുത്തെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവാണ്. ഈ മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിക്കാണ് സീറ്റ് ഉറപ്പ് നൽകിക്കൊണ്ട് പേയ്മെൻറ്റ് സീറ്റ് അത് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് 7 കോടി പലപ്പോഴായി വാങ്ങിച്ചെടുത്തു എന്ന് ഈ പരാതിക്കാരൻ പറയുന്നത്. അയാൾ കേരളത്തിൽ വരികയായിരുന്നു. കാരണം ഈ നേതാക്കളൊക്കെ കേരളത്തിലുള്ളവരാണ്. ഈ സാഹചര്യത്തിലാണ് ഈ പരാതിക്കാരൻ കേരളത്തിൽ വന്നത്. ഇന്നലെ വന്നതാണ്. മാധ്യമങ്ങളെയൊക്കെ കണ്ടു, വാർത്താസമ്മേളനം തന്നെ നടത്തി. സ്വാഭാവികമായും ഇന്നലെ മന്ത്രിക്ക് നേരെയുണ്ടായ ആക്രമണം പ്രധാന വാർത്തയായപ്പോൾ സ്വാഭാവികമായും അത് കാണാതെ പോയതിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ന് ആ നിലയിലേക്ക് ആ വാർത്ത ജയ്ക്കിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടോ? മാധ്യമങ്ങൾ ആ വിധത്തിൽ ഇതിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രിയങ്കയുമായി ബന്ധപ്പെട്ട് ആരോപണമുണ്ട്, KC വേണുഗോപാലുമായി ബന്ധപ്പെട്ടുണ്ട്, കൊടുക്കുന്നിൽ സുരേഷ് MP-യുമായി ബന്ധപ്പെട്ടുണ്ട്. 7 കോടിയാണ് ഈ സീറ്റ് വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി തട്ടിയെടുത്തത് എന്നാണ് ഈ പരാതിക്കാരൻ പറയുന്നത്. ജയ്ക്ക് ഏതെങ്കിലും തരത്തിൽ അതീവ ഗൗരവമുള്ള ഗുരുതരമായ കോഴ ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയരുന്നത്. ആ നിലയ്ക്ക് ജയ്ക്കിൻ്റെ ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങൾ ഈ വാർത്ത കൊണ്ടുവന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. സത്യസന്ധമായി കോൺഗ്രസിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരടക്കമുള്ള മഹാഭൂരിപക്ഷം വരുന്ന മലയാളികളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ വലതുപക്ഷ ജീർണതയ്ക്ക് കേരളീയ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പരിലാളന എന്താണ്, അവർക്ക് ലഭിക്കുന്ന ഇതിഹാസ സദൃശ്യമായ പ്രിവിലേജ് എന്താണ് എന്നത് ഒരിക്കൽ കൂടെ പണം വിടർത്തി വ്യക്തമാക്കപ്പെട്ട, അനാവരണം ചെയ്യപ്പെട്ട ദിവസമാണിന്ന്. ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങ് ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഹരിയാന സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ജീവിത പങ്കാളി ഗൗരവ് കുമാറാണ് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് ഞെട്ടിപ്പിക്കുന്ന വിവരം. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഏത് മാധ്യമ മുറികളെയും അസാധാരണമാംവിധം ഞെട്ടലുളവാക്കാൻ പര്യാപ്തമായ സ്ഫോടനാത്മകമായ വിവരമാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ കേരളത്തോട്, ഇന്ത്യയോട് വിളിച്ചു പറഞ്ഞത്. നെഹ്റുവിൻ്റെ പൗത്രി എന്ന നിലയിൽ നമുക്കൊക്കെ ബഹുമാനമുണ്ടെങ്കിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള വയനാട് പാർലമെൻറ്റ് മെമ്പർ ബഹുമാനിയായ പ്രിയങ്ക ഗാന്ധി, സംഘടനാ ജനറൽ സെക്രട്ടറി പദവി വഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന നമ്മുടെ ആലപ്പുഴയുടെ MP ബഹുമാനിയനായ ശ്രീ KC വേണുഗോപാൽ, കേരളത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ കാലം പാർലമെൻറ്റ് മെമ്പറായി ഇപ്പോഴും തുടരുന്ന ആദരണീയനായ കൊടിക്കുന്നിൽ, ഇവർക്കൊക്കെ എതിരെയാണ് ഈ ഗൗരവ് കുമാർ തെളിവുകളോടുകൂടിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഞെട്ടിപ്പിക്കാൻ പര്യാപ്തമായ പേയ്മെൻറ്റ് സീറ്റിൻ്റെ, എല്ലാ അർത്ഥത്തിലും പേയ്മെൻറ്റ് സീറ്റിൻ്റെ സ്വഭാവമുള്ള കോടാനുകോടി വരുന്ന തുക, അതിൽ ആദരണീയായ സോണിയാഗാന്ധിയുടെ PAയും പ്രിയങ്ക ഗാന്ധിയുടെ PAയ്ക്കും 10 ജൻപതിൽ വെച്ച് പണം കൈമാറിയെന്നും അതോടൊപ്പം കേരളത്തിലെ മാവേലിക്കര പാർലമെൻറ്റ് മെമ്പറായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന്
1.60 കോടി രൂപ കൈമാറിയെന്നും അതോടൊപ്പം KC വേണുഗോപാലിൻ്റെ PAയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യത്തിൽ കോടാനുകൂടി വരുന്ന തുക കൈമാറിയെന്നും ഒക്കെയുള്ളതിനെ സംബന്ധിച്ച് സ്ഫോടനാത്മകമായ വിവരമാണ് ഇന്ന് അദ്ദേഹം പുറത്തുവിട്ടത്. പക്ഷേ അങ്ങ് നോക്ക്, ഞാൻ വ്യക്തിപരമായ അംഗെന്ന നിലയിലല്ല, നമ്മൾ മലയാളികൾ അവരുടെ മുമ്പിൽ എത്ര ജീർണിച്ച അഴിമതിയുടെ കറ പുരണ്ട അനുഭവങ്ങൾ പുറത്തു വന്നാലും നിങ്ങൾ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണോ, നിങ്ങൾ കോൺഗ്രസിൽ പദവി അലങ്കരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു നേതാവ്, ഒരു പാർലമെൻറ്റ് മെമ്പറാണോ, നിങ്ങളുടെ എത്ര അഴുകിയ ജീർണിതകളും പുട്ടിയിട്ട് വെളുപ്പിക്കാൻ ഞങ്ങൾ കാവലുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങൾ സ്വീകരിച്ച മൗനം. സാധാരണഗതിയിൽ മുമ്പൊരു പ്രയോഗമുണ്ട്, കൾപ്പബിൾ സൈലൻസ്. പാസ്റ്റർ ഗ്രഹാം ബെല്ലാണ് ഒരു വേള അമേരിക്കയിൽ ആദ്യമായി തെറ്റായ അനീതികൾക്ക് മുമ്പിൽ നിശബ്ദത സ്വീകരിച്ച അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ച് യുവർ സൈലൻസ് ഈസ് നോട്ട് മിയർലി എ സൈലൻസ് ബട്ട് ഇറ്റ് ഈസ് എ കൾപ്പബിൾ സൈലൻസ് എന്ന പ്രയോഗം നടത്തുന്നത്. കേവലമായ നിശബ്ദതയല്ല. കേരളത്തിലെ സംഘടിത ദൃശ്യ മാധ്യമങ്ങൾ എല്ലാവരും ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ അഴിമതിയാണോ, ആ അഴിമതിയെ വിശുദ്ധീകരിക്കാനുള്ള ഓവർ ടൈം പണിയെടുക്കലിനാണ് ഇന്ന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, തികഞ്ഞ രാഷ്ട്രീയ ബോധ്യം ഉയർത്തിപ്പിടിക്കുന്ന കൈരളിയം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരാളും ഈ സ്ഫോടനാത്മകമായ ഞെട്ടിപ്പിക്കാൻ പര്യാപ്തമായ വിവരങ്ങൾക്ക് നേരെ കണ്ണു തുറക്കില്ല. അവർ നിശബ്ദത പാലിക്കും, അവർ കരങ്ങൾ ചലിപ്പിക്കില്ല, അവർ നാം ഉയർത്തില്ല. കാരണം തങ്ങളേറെ തീറ്റിപ്പോറ്റാൻ ശ്രമിക്കുന്ന, തങ്ങളേറെ വിശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിൻ്റെ ഭാഗമായ സമുന്നത നേതൃത്വമാണ് ഇന്ന് ഈ അഴിമതി കേസിൽ കയ്യോടുകൂടെ പിടിക്കപ്പെടുകയും അനാവരണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഒറ്റ വാചകോടെ പറഞ്ഞ് ഞാനെൻ്റെ ഭാഗം അവസാനിപ്പിച്ചു കൊള്ളാം. ഇത് ഇന്ത്യയിലെ ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സാണ്, ആ നേതൃപദവി അലങ്കരിക്കുന്നവരാണ്, അതുകൊണ്ടാണ് എന്ന് ചിന്തിക്കാൻ തരമുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമുതൽ അങ്ങ് തൊട്ടു മുമ്പ് സൂചിപ്പിച്ച കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് നേരെ എനിക്ക് തോന്നുന്നു ഐക്യ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വനിതാ മന്ത്രിക്ക് നേരെയുള്ള ശാരീരിക കടന്നാക്രമണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഇതേവരെ ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഇത്രമേൽ കേരളത്തിൻ്റെ പൊതുബോധത്തെ പിടിച്ചുകുലുക്കിയ പ്രതിഷേധങ്ങൾക്ക്, സമരങ്ങൾക്ക്, പ്രതിപക്ഷത്തിനെതിരെയുള്ള സമരങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ച ഈ ഘട്ടത്തിലെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഒരു വനിതാ മന്ത്രിക്ക് നേരെയുണ്ടായ കടന്നാക്രമണം, അത്തരമൊരു ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് ശരിയല്ല എന്ന് പറയാനുള്ള മര്യാദ, ജനാധിപത്യത്തിലെ ഒരു മിനിമം ബോധം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കാണിച്ചോ? കാണിച്ചില്ല എന്ന് മാത്രമല്ല, മറിച്ച് അതിക്രമത്തിനിരയാകേണ്ട വന്ന, ഇപ്പോഴും മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ICUവിൽ സമയം ചെലവഴിക്കേണ്ട വരുന്ന കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് മുമ്പ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ആദരണീയായ ശൈലജ ടീച്ചർക്ക് നേരിടേണ്ട വന്നതുപോലെ അങ്ങ് നിർബന്ധമായും ഓർമ്മിക്കുന്നുണ്ടാകും. മഹാവ്യാധിയെ പിടിച്ചു കെട്ടാനുള്ള കേരളീയ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ശൈലജ ടീച്ചറെ നിപ്പ റാണി, കോവിഡ് രാജകുമാരി അങ്ങനെയാണ് വിളിച്ചത്. മുഖമില്ലാത്ത ഏതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിലോ അടിമ സംഘത്തിലോ പെട്ട ആളല്ല വിളിച്ചത്. കോൺഗ്രസിൻ്റെ സമുന്നത നേതൃപദവി അലങ്കരിക്കുന്ന KPCCയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന നേതാവാണ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കുറ്റമേറ്റ് പറയാനോ മാപ്പ് പറയാനോ തെറ്റേറ്റ് പറഞ്ഞ് അത് പിൻവലിക്കാനോ തയ്യാറായിരുന്നില്ല. അത് ഇന്ന് വീണ്ടും കൂടുതൽ വിഷലിപ്തമായ നാവുകളോടുകൂടെ കോൺഗ്രസിൻ്റെ നേതൃപദവി അലങ്കരിക്കുന്നവർ ആവർത്തിക്കുകയാണ്. ഇപ്പോഴതിൽ നിന്ന് വ്യത്യസ്തമായി മന്ത്രി ഒരു മോഡലാണ്, ഒരു അഭിനേത്രിയാണ്, ഒരു ഓസ്കാർ പുരസ്കാര സാധ്യതയുള്ള നടിയാണ് എന്നിങ്ങനെയുള്ള അറപ്പുളവാക്കുന്ന പച്ച കള്ളമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇപ്പോഴും ഈ അവസരത്തിലും അവരെ സംബന്ധിച്ച് പറയാനും അവരെ സംബന്ധിച്ച് പ്രതികരണം നടത്തുവാനും ഉപയോഗിക്കുന്നത്. ജനാധിപത്യ കേരളം ഇത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഞാൻ ജയിക്കിലേക്ക് വരാം. ശ്രീ റജി, ഞാൻ ഈ വിഷയത്തിൽ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ പരാതിക്കാരൻ എന്ന് പറയുന്നത് നേരത്തെ ജയിക്ക് സൂചിപ്പിച്ചതുപോലെ ഹരിയാനയിൽ അധികാരത്തിൽ കോൺഗ്രസ് എത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ച, അത്രമേൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന നിയമസഭാ മണ്ഡലമാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ പാളി, അവിടെ BJP അധികാരത്തിൽ തുടർന്നു. അതാണ് അതിൻ്റെ രാഷ്ട്രീയ അവസ്ഥ. അവിടെയാണ് സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പേരടക്കം വെച്ച്, അതും ചെറിയ ആളൊന്നുമല്ല, സംസ്ഥാനത്തെ മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ജീവിത പങ്കാളി, ഭർത്താവായിട്ടുള്ള ഗൗരവ് കുമാറാണ് പരാതിക്കാരൻ. 7 കോടി രൂപയാണ് പല ഘട്ടങ്ങളിലായി അയാൾക്ക് ചെലവഴിക്കേണ്ടി വന്നത്. സീറ്റ് മാത്രം കിട്ടിയില്ല, വഞ്ചിക്കപ്പെട്ടു. ഈ അവസ്ഥയിലാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും വരുന്നു. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷുമായി നടത്തിയിട്ടുള്ള ഫോൺ ചാറ്റിൻ്റെ വിവരങ്ങൾ ഒക്കെയാണ് അതിൽ വന്നിട്ടുള്ളത്. നമുക്കതൊക്കെ പരിശോധിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഇത്ര ഗൗരവമായ പരാതി വന്നിട്ടും ഈ പരാതിക്കാർ പാർട്ടി ശത്രുക്കളല്ല, പാർട്ടിക്കാരാണ്, കോൺഗ്രസ് കുടുംബമാണ്. എന്നിട്ടും
ഈ നേതാക്കളാരും ഏതെങ്കിലും തരത്തിൽ ഒരു വിശദീകരണം പൊതുസമൂഹത്തിന് മുമ്പാകെ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല, മൗനം പാലിക്കുന്നു എന്നത് തന്നെ സംശയാസ്പദമല്ലേ? നോക്കൂ, ഈ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികൾ ഇതല്ല ഇതിനപ്പുറവുമുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരും. 7 കോടിയുടെ കാര്യം എന്തിനാണ് സൗരവ് പറഞ്ഞത്? അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു 700 കോടി അല്ലെങ്കിൽ ഒരു 7000 കോടിയുടെ ആരോപണവുമായി കേരളത്തിൽ വരാമായിരുന്നല്ലോ. കണക്കൊക്കെ ഉണ്ടേ, നോക്കൂ, പറയാൻ പറ്റൂ. ഒരു പരാതിക്കാരനെ സംബന്ധിച്ച് റജി 1.5 വർഷം കഴിഞ്ഞു ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. ഈ 1.5 വർഷക്കാലം, അതായത് ഒക്ടോബർ 5-നാണ് 2024 ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഒരു ആരോപണം ഉന്നയിക്കുവാൻ 1.5 വർഷത്തെ കാലതാമസം വേണ്ടി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ കൈരളിയെ പോലെയുള്ള ഒരു ചാനൽ എടുത്തുകൊണ്ട് വന്നിട്ട് കേരളത്തിലെ ജനങ്ങളെ മുമ്പാകെ മലീമസമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? ഞാൻ ചോദിച്ചോളട്ടെ, നിങ്ങൾ പറയുന്ന ആരാണ്? ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണല്ലോ. അതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏത് നേതാവായിട്ട് വരും? ഒന്ന് പറഞ്ഞു തരൂ. നിങ്ങളുടെ MP അല്ലേ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റോ മറ്റോ അല്ലേ, രാജ്യസഭാംഗം അല്ലേ? അത്ര സ്റ്റാറ്റസിലല്ലേ ആ സംഘടനയെ നിങ്ങൾ കാണുന്നത്? അതിൻ്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഇവിടെ ഒരു ബിന്ദു കൃഷ്ണയോ അല്ലെങ്കിൽ നേരത്തെ ഷാനിമോൾ ഉസ്മാനോ ഒക്കെ പോലത്തെ നിലയിൽ നിൽക്കുന്ന ഒരാളല്ലേ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്? അങ്ങനെ ഒരാൾ, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അകന്ന ഒരു പാർട്ടി ബന്ധുവോ അല്ല. തികഞ്ഞ നേതാവാണ് ഒരു സ്റ്റേറ്റിലെ. അവരുടെ ഭർത്താവാണ് പരാതിക്കാരൻ. ഇത്തരത്തിലൊക്കെ പ്രശ്നം വന്നാൽ 1.5 വർഷം എന്ന് പറയുന്നത് അധിക പഴക്കമുള്ള കാലമൊന്നുമല്ല. എത്രയോ കാലം അതിനുവേണ്ടി നടന്ന് ഇതൊരു പ്രശ്നമാകാതെ സെറ്റിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. അതിൽ പറയുന്ന മെസ്സേജിൽ ഒന്ന്, സർ, യു me and God knows that I had given you amount in cash, but now you are saying that you don't remember. ഇതിൻ്റെയൊക്കെ ഏകദേശം അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. ഈ പൈസ ക്യാഷായിട്ട് തന്നെ പണം തന്നു എന്നൊക്കെ പറയുന്നു, പക്ഷേ ഇപ്പോൾ താങ്കൾ പറയുന്നു ഇതൊന്നും ഓർമ്മയില്ല എന്ന് ഇതിൽ ആരോപിക്കപ്പെട്ട ഒരു നേതാവുമായി നടത്തിയത് എന്ന് പറയപ്പെടുന്ന ചാറ്റാണ്. അതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നേതാവ് പറയുന്നു, ഐ വിൽ സെൻഡ് ദ അക്കൗണ്ട് നമ്പർ ഓഫ് SBI പാർലമെൻറ്റ് ബ്രാഞ്ച് എന്ന് പറയുന്ന മെസ്സേജ് അതിൽ കാണാം. അതോടൊപ്പം തന്നെ അതിൻ്റെ കോപ്പിയും കാണിച്ചിട്ടുണ്ട്, ഫോട്ടോ കോപ്പിയൊക്കെ. ഇങ്ങനെ വരുന്നൊരു വാർത്ത പൊതുസമൂഹത്തിന് മുമ്പാകെ എത്തിക്കരുതെന്നാണോ പറയുന്നത്? അത് നിയമപരമായ പരാതിക്കാരൻ കൂടിയാണ് റജി. നിയമപരമായി അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് അദ്ദേഹത്തിനെ ആശ്രയിക്കാമല്ലോ. ഈ 1.5 വർഷത്തിന് എന്തോ മഹാഅപരാധം കൈരളി ചെയ്തു എന്ന് റജി പറഞ്ഞു കേട്ടോണ്ടാണ്. അതെ, ഈ 1.5 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ കേരളം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ രാഷ്ട്രീയ എതിരാളികളെ ഏതെങ്കിലും തരത്തിൽ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി വ്യാജ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നവരെ കൈരളി പോലെയുള്ള ചാനലുകൾ പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ ചോദ്യം റജി കേട്ടല്ലോ. എൻ്റെ ചോദ്യം എന്തായിരുന്നു? അങ്ങനെ ഇന്നലെ രാത്രി വാർത്താ സമ്മേളനം, ഇവിടെ DGPയെ കാണുന്നു, പരാതി കൊടുക്കുന്നു, ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ കേരള പോലീസ് ഓർമ്മിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ കേരള പോലീസ് വാങ്ങിച്ചു വെക്കില്ലേ ചെയ്യേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ പണമിടപാടും മറ്റും നടന്നത് ദില്ലിയുമായി കേന്ദ്രീകരിച്ചോ മറ്റോ ആയതിൻ്റെ പേരിൽ ജൂറിസ്ഡിക്ഷൻ അവിടെ ആയതുകൊണ്ട് ഇവിടെ കൊടുത്ത പെറ്റീഷൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇന്നലെ മുതൽ നിൽക്കുന്നൊരു വിഷയം ഈ നേരം വരെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കാത്ത? താങ്കൾ പറഞ്ഞ പോലെ ഇത് ശുദ്ധമാണ്, കൈകൾ ശുദ്ധമാണ് എങ്കിൽ, ഇങ്ങനെ ഒന്നില്ല എങ്കിൽ നിഷേധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ വരാൻ KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും തയ്യാറാകുന്നില്ല? നോക്കൂ, ഇത്തരത്തിലുള്ള വ്യാജമായിട്ട് വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തെയും കേരളത്തിലെയും ഒക്കെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അവർക്ക് അതിൻ്റേതായ ഒരു ആവശ്യകതയുണ്ടോ? അവരെല്ലാം ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒന്ന് എന്താണ് ചെയ്യേണ്ടത്? പിന്നെന്താണ്? ഒന്നുകിൽ നിഷേധിക്കണം, ഇല്ലെങ്കിൽ ഒരു കാര്യം പറയണം, ഞാൻ ഇതിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുന്നു, മാനനഷ്ടത്തിന് കേസ്. ഇതൊക്കെയല്ലേ നാട്ടു നടപ്പ്? ഇത് ഏതെങ്കിലും ചെയ്തോ? പകരം റജി പറഞ്ഞ പോലാണെങ്കിൽ മിണ്ടാതെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ആർക്ക് ഒരു പരാതി ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രീവൻസസ് ഉണ്ടെങ്കിലും വിത്ത് തെളിവ് എവിഡൻസ് സഹിതം അതിനെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അതാണ് റജി, ശരിയാണ് റജി. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് ആരോപണ വിധേയരായ ആളുകൾ, ആ രാഷ്ട്രീയ നേതാക്കൾ ചെറിയ ആളുകളല്ല. ഒരാൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന ACC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ PA പണം വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരാൾ ദീർഘകാലം, എത്ര വർഷമാണെന്ന് റജിക്കറിയാമെങ്കിൽ പറഞ്ഞോളൂ, ഏതാണ്ട് 50 വർഷത്തിനടുത്തെങ്കിലും ആയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. 10, 35, 40 വർഷക്കാലമായി കേരളത്തിൽ നിന്ന് ലോക്സഭാംഗമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷാണ്. ഒരു കാലത്ത് AICCയുടെ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ, കേന്ദ്രമന്ത്രിയായിരുന്ന ആളല്ലേ, വളരെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവല്ലേ. ഇങ്ങനെയുള്ള നേതാക്കളെ ആക്ഷേപിക്കുന്നുവെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത്? അതൊന്ന് പറഞ്ഞത് റജി സമൂഹത്തോട്.
അത് അവരെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഈ ഇലക്ഷൻ സമയത്ത് പേയ്മെന്റ് സീറ്റുകൾ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വിവാദങ്ങൾ ഉണ്ടാകുന്നത് ആദ്യത്തെ സംഭവമല്ല. ശരി, അത് ഉരുവിട്ട് കാര്യമില്ല, റജി, മുമ്പും 2014 പറഞ്ഞു. ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി സംബന്ധിച്ച് 1,87,00,000 രൂപയുടെ ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. അന്ന് ഈ നിങ്ങളുടെ ചാനലൊന്നും ഇത് സംബന്ധിച്ച് ആര് പറഞ്ഞു? റജി, ആവേശത്തോടു കൂടി ഈ ഭൂലോകത്തല്ലേ ജീവിക്കുന്നത്? അല്ല, കേരളത്തിലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് CPI എന്ന പാർട്ടി അത് പരിശോധിക്കുന്ന നിലയുണ്ടായി. അതിനനുസരിച്ച് മുന്നോട്ട് പോയി. എൻ്റെ ചോദ്യത്തിലേക്ക് താങ്കൾ വന്ന് വീണ്ടും വീഴുകയാണ്. ഞാൻ ചോദിച്ചത്, അങ്ങനെ ആരോപണം ഉയരുമ്പോൾ ആരോപണം വിശ്വസിക്കുന്നില്ല, അങ്ങനെ ആരോപണമായി തന്നെ നമുക്ക് നിൽക്കാം. പക്ഷേ ആ നേതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? അതൊന്ന് റജി പറഞ്ഞതാ. KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഇങ്ങനൊരു ആക്ഷേപം ഉയരുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ചില മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് പരിചയമുള്ളത് അതാണ്. താങ്കൾ അതൊന്നും വേണ്ട എന്നാണ്. എന്ന് പറഞ്ഞാൽ നേതാക്കൾ ഇതൊന്നും മിണ്ടാതിരുന്നാൽ എല്ലാവരും അങ്ങ് വിശ്വസിച്ചു കൊള്ളും എന്നാണോ? ഇതൊക്കെ ഈ ഇലക്ഷൻ വരുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നിത്യേന എന്നോണം ഇനിയും വരും. ഇതിലൊന്നും ഇതൊക്കെ നിസാരമായിട്ടുള്ള വ്യാജമായിട്ടുള്ള ചില ജൽപ്പനങ്ങൾ മാത്രമാണ്. ഇതിലൊന്നും ഒരു കഥയും ഇതിനൊക്കെ മറുപടി പറയാൻ അതിന് സമയം കളയേണ്ടതിൻ്റെ ആവശ്യം എന്തിനാണ് ഈ നേതാക്കൾക്കുള്ളത്? ഇനി ആർക്കെങ്കിലും അത് സംബന്ധിച്ച് ഇപ്പം കൈരളി ചാനലിൽ തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ ബന്ധപ്പെട്ട നേതാക്കന്മാരോട് ശരി, അത്രയും പറഞ്ഞുകൊണ്ട് പറയാം. ഈ വാർത്ത കൊടുത്തപ്പോൾ റജി ഗോളടിക്കാൻ അവസരം ഇങ്ങനെ തരരുത്. ഇന്ന് രാവിലെ തന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷുമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ പ്രതിനിധി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് 11 മണിക്ക് ശേഷം ഈ പരാതിക്കാരൻ്റെ വീണ്ടും വാർത്താ സമ്മേളനം ഉണ്ടെന്ന് കേൾക്കുന്നു, അതുണ്ടെങ്കിൽ അതിനുശേഷം പ്രതികരിക്കാം, അല്ലെങ്കിൽ അതിനുശേഷം പറയാം. അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഈ നേരം വരെ. ഞാൻ അതാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ പ്രതികരിക്കാത്തത്? ശ്രീ ജയ്ക്ക്, ഇപ്പോൾ റജി എന്ന കോൺഗ്രസ് സഹയാത്രികൻ ഈ ചർച്ചയിൽ പാനലിസ്റ്റ് എന്ന നിലയിൽ പറയുന്നത് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയാണ്. ഇതെല്ലാം കളവാണ്, ഇതെല്ലാം വ്യാജമാണ്, ഈ നേതാക്കൾ ഇതിനൊക്കെ മറുപടി പറയാനാണോ സമയം എന്ന് ചോദിക്കുന്ന ഒരു രീതി, ആ വാദഗതി പൊതുസമൂഹം മുഖവിലേക്ക് എടുക്കുമോ? അദ്ദേഹം പറഞ്ഞ മറുപടി, ആ ഡിഫൻസ്. ഒരിക്കലുമില്ല. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാദഗതികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് ബോധ്യപ്പെടുന്നതാണ്. കാരണം എന്താണ്? അദ്ദേഹം പറയുന്നു, ഇപ്പോൾ പരാതിക്കാരൻ പരാതി പറഞ്ഞതൊരു കുറ്റം എന്ന നിലയിൽ പരാതിക്കാരനെ മോശക്കാരനാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സ്വാഭാവികമായി കോൺഗ്രസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതെന്തോ അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ആരും വരാൻ തയ്യാറാകാത്തൊരു ചർച്ചയിൽ അവരുടെ വക്കാലത്തെടുത്തുകൊണ്ട് ഈ സംവാദത്തിലേക്ക് വന്ന ബഹുമാനായ നമ്മുടെ പാനലിസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? അദ്ദേഹം പറയുന്നു, എന്തുകൊണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 1.5 വർഷമോ മറ്റോ ആയി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണത്തിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. എന്താണ്? 1.5 വർഷം എടുത്തിരിക്കുന്നു. 1.5 വർഷം എടുത്തതിന് ശേഷം നിങ്ങൾ ആരെ കാത്തിരിക്കുകയായിരുന്നു? ഇപ്പോൾ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് സമാഗതമാകുമ്പോൾ വന്നിട്ടാണോ നിങ്ങൾ പരാതി പറയുന്നത്? ഇങ്ങനെയാണ് പരാതിയിൽ ഈ മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ജീവിത പങ്കാളി, വേണമെങ്കിൽ ഹരിയാനയിലെ ജബി മേത്തർ അങ്ങനെ പറയാം, അങ്ങനെ ഒരാളുടെ ജീവിത പങ്കാളി വന്നിട്ട് തെളിവുകളോട് കൂടെ ചില ട്രാൻസാക്ഷനെയൊക്കെ സംബന്ധിച്ച് തെളിവുകളോട് കൂടെ നമ്മളുടെ മുമ്പിൽ വാർത്താ സമ്മേളനം നടത്തി സംസാരിക്കുകയാണ്. അതിനോട് പ്രതികരിക്കേണ്ടതില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ന്യായം. എന്തുകൊണ്ട് പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം കരുതുന്നത്? നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെ വന്ന ആരോപണം ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞു, ഇതൊക്കെയാണ് അദ്ദേഹം അതിനായി സ്വീകരിക്കുന്ന ബോൽബലകമായ കാര്യങ്ങൾ. അങ്ങ് ഓർമ്മിക്കുന്നില്ലേ 70 രൂപ ഓട്ടോറിക്ഷയുടെ കൂലി ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് അരി ചുവന്നുകൊണ്ട് വരാനായിട്ട് വാങ്ങിയതിൻ്റെ പേരിൽ കൈക്കൂലിക്കാരനായി CPM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സഖാവ് ഓമനക്കുട്ടനെ എவ்விதമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ കാർമ്മികത്വത്തിൽ കേരളത്തിലെ സംഘടിത മാധ്യമ സംഘം ജനകീയ വിചാരണയ്ക്ക് ഇരയാക്കിയത്? അങ്ങ് ഓർക്കുന്നില്ലേ? എന്തിനു വേണ്ടിയിട്ടായിരുന്നു 70 രൂപ? ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അരി കൊണ്ടുവരാൻ ഓട്ടോറിക്ഷയുടെ കൂലി കൊടുത്തതാണ്. ആ വിചാരണ നടത്തിയ നിങ്ങൾക്ക് 7 കോടിയുടെ കഥ കേൾക്കുമ്പോൾ 7 കോടി ഒരു കോടിയേ അല്ല. ഓമനക്കുട്ടൻ്റെ 70 രൂപയായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ ശരിയാക്കി തന്നേരെ. ഇതല്ലേ അങ്ങ് സൂചിപ്പിക്കുന്ന വാദത്തിലെ പൊള്ളത്തരം, അതിലെ സെലക്റ്റീവ് സ്വഭാവം? അത് മാത്രമാണോ? അങ്ങ് ഓർക്കുന്നില്ലേ കൈതോലപ്പായിൽ തുക കൊണ്ടുപോയി എന്ന് ആരും വിശ്വസിക്കാൻ സാധ്യതയില്ലാത്ത സാമാന്യ യുക്തിയെ ബുദ്ധിയെ വെല്ലുവിളിക്കാൻ പര്യാപ്തമായ ഒരു പച്ചക്കള്ളം കേരളത്തിലൊരു മാന്യൻ പറഞ്ഞിട്ടാ അതിൻ്റെ പേരിൽ വാർത്താ സമ്മേളനം 7 അല്ല 70 നടത്തി. അങ്ങീ സൂചിപ്പിക്കുന്ന നേതാക്കന്മാർ, തിരക്കുള്ള അങ്ങയുടെ കോൺഗ്രസിന്റെ സമുന്നതരായ നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ പേരും മത്സരിച്ച് വാർത്താ സമ്മേളനം നടത്തി ഇല്ലേ? ബിരിയാണി ചെമ്പിലെ സ്വർണം, കൈതോലപ്പായിലെ പണം,
ഓമനക്കുട്ടൻ്റെ 70 രൂപ അത് ഇടതുപക്ഷത്തിൻ്റെ 70 ആണെങ്കിലും ഞങ്ങൾ കാണിച്ചു തന്നേനെ. ഇതിപ്പോ ഞങ്ങളുടെ KC വേണുഗോപാലിൻ്റെയും അതേപോലെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും അതേപോലെ പ്രിയങ്കാജിയുടെയും 7 കോടിയല്ലേ, ആ 7 കോടിക്ക് വിലയില്ല. ഇതാണ് ബഹുമാനിയനായ കോൺഗ്രസ് പ്രതിനിധിയുടെ വാദം. നമ്മുടെ നാട്ടിൽ സത്യസന്ധമായി യുക്തിസഹമായി രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അത് അങ്ങനെ രാഷ്ട്രീയം മുമ്പോട്ടേക്ക് നയിക്കപ്പെടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ ഇപ്പോഴും കരുതുന്നു, ഈ മാതിരി അഴിമതിക്കെതിരെ സമീപനമുള്ള ആളുകൾ കോൺഗ്രസിലുമുണ്ട്, അപൂർവമെങ്കിലും ഇപ്പോഴും കോൺഗ്രസിലുമുണ്ട്. അവരടങ്ങുന്ന അന്തസ്സുള്ള സത്യസന്ധരായ രാഷ്ട്രീയത്തെ ധനാഗമന മാർഗത്തിന് ഉപയോഗിക്കാത്ത കേരളത്തിൽ അപൂർവം വരുന്ന കോൺഗ്രസ്സുകാർക്ക് ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് അങ്ങയുടെ വാദങ്ങൾ മുഴച്ചു നിൽക്കുന്നത്. ആങ്കർ നിർബന്ധമായും ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ, മാനമുണ്ടെങ്കിൽ മാനഹാനിക്ക് കേസ് കൊടുക്ക് വിജയ എന്ന് പ്രസംഗിച്ച് നടന്നവരല്ലേ ഈ നേതാക്കന്മാർ. അതിലെ പ്രധാനി മാവേലിക്കര ജയിലിൽ കിടക്കേണ്ട വന്നു, ഇപ്പൊ കോൺഗ്രസിലില്ല, അത് മറ്റൊരു കാര്യം. പക്ഷെയോ എന്തായിരുന്നു, രാജ്യവിരുദ്ധ സ്വഭാവമുള്ള കേസിലെ പ്രതി നടത്തിയ ഒരു നുണ, ആ നുണയുടെ പേരിൽ അത് എടുത്തു വെച്ച് വിഴുങ്ങിയിട്ടല്ലേ മാനഹാനിക്ക് കേസ് കൊടുക്ക് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്നത്. ഇപ്പൊ ആ മാനകം എടുത്ത് വെച്ച നിങ്ങളൊരു 50 മാനഹാനിക്ക് കേസ് ഇയാൾക്കെതിരെ കൊടുക്കണ്ടേ? എന്തേ നിങ്ങൾ മിണ്ടുന്നില്ല? എന്തേ നിങ്ങൾ ശബ്ദിക്കുന്നില്ല? അപ്പോൾ ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. നിങ്ങൾക്കുള്ള ഇരട്ടത്താപ്പ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വയനാടിനെ മുൻനിർത്തി മരണപ്പെടേണ്ട വന്ന നിസ്വരായ മനുഷ്യരുടെ ശവം ചൂണ്ടിക്കാട്ടി കോടികൾ പിരിച്ച് കട്ടുമുടിച്ച കോൺഗ്രസിൽ നിന്ന് ഇതല്ലാതെ മലയാളികൾക്ക് യാതൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. ഒറ്റ വാചകൂടെ പറയാൻ ആങ്കർ എനിക്ക് അവസരം നൽകണം. ഇത് പ്രതിപക്ഷത്തിരുന്നിട്ടാണ് ഇവരിങ്ങനെ. ഈ സംഘമെങ്ങാനും ഭരണത്തിലുണ്ടായിരുന്നെങ്കിലോ? ഇവരാണ് പറയുന്നത് ഈ ഇത്രയും വലിയ ശവത്തെ ചൂണ്ടിക്കാട്ടി കോടികൾ തട്ടിയെടുത്തതിന് ശേഷവും ഇപ്പോൾ ഹരിയാനയിലെ ബാഗൽ മണ്ഡലത്തെ ചൂണ്ടിക്കാട്ടി 7 കോടിയോളം തട്ടിയെടുത്ത ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമാണ് സംഘടിത തസ്കര സംഘമായി നിന്നിട്ടാണ് പറയുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തെ മാറ്റി ഞങ്ങളെ ഭരണത്തിലേൽപ്പിക്കണമെന്ന്. ഇവരെങ്ങാനുമാണ് കേരളം ഭരിച്ചിരുന്നതെങ്കിൽ സെക്രട്ടേറിയറ്റിന് 4 വീല് ഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയില്ല എന്ന് ആര് കണ്ടു? ആ മാതിരി സംഘടിത തസ്കര സംഘമാണെന്നാണോ ജയിക്ക് പറയുന്നത്? എന്നിട്ട് അതിനെ സംബന്ധിച്ച് ചോദ്യം വരുമ്പോഴോ 1.5 വർഷം വൈകിയില്ലേ? കുറുവാ സംഘം എന്നുള്ള പേരാണോ ജയിക്ക് ഇടുന്നത്? സംശയം എന്താണ്? സംഘടിത തസ്കര സംഘമല്ല ഇവർ, സംഘടിത തസ്കര സംഘം. സംശയം എന്താണ്? 300 സെന്റുള്ള ഭൂമിയിൽ 330 പേർക്ക് വീട് പണിയാന്ന് പറഞ്ഞിട്ട് അവർ മരണപ്പെട്ടു പോയ മനുഷ്യരുടെ ശവം ചൂണ്ടിക്കാട്ടി കോടികൾ കട്ടുമുടിച്ചിട്ട് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ വെളുക്കച്ചിരിയോടെ കതർധാരികളായി നടക്കുന്ന ആളുകളെ നോക്കി പിന്നെ എന്ത് വിളിക്കണമെന്നാണ്? വീരപ്പൻ ഇവരെ കണ്ട നാണം വരില്ലേ? യെസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ, റെജിയുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. താങ്കൾ ഇതൊക്കെ വളരെ നിസ്സാരമാണ്, കൈരളിക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ച താങ്കൾ ആ നേതാക്കന്മാർക്ക് മഹത്തരമായ ഒരുപാട് പണികളുണ്ട്, അവരെ സംബന്ധിച്ച് ഏറ്റവും അധികം സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു ഘട്ടമുണ്ടായി. വളരെ ഗൗരവത്തോടെ ചില തെളിവുകൾ സഹിതം ആ ഇടപാടുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിൻ്റെ തെളിവുകൾ സഹിതം മാധ്യമങ്ങളെ വന്നു കണ്ട് DGPയെ കണ്ട് ഉത്തരവാദപ്പെട്ട കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ ഒരു നേതാവിൻ്റെ ജീവിത പങ്കാളി അങ്ങനെ നിൽക്കുമ്പോൾ അയാളെയും അവഹേളിച്ചുകൊണ്ട് ആ നേതാക്കന്മാർക്ക് ഇതിനൊന്നും മറുപടി പറയേണ്ടാത്ത ഒരു പ്രത്യേക പ്രിവിലേജ് ഉണ്ട് എന്നാണ് റെജി പറഞ്ഞത്. പക്ഷേ റെജി, കേരളത്തിലെ നിങ്ങളെ വല്ലാതെ പിന്തുണയ്ക്കുന്ന ഒരുപറ്റം മാധ്യമങ്ങളും കോൺഗ്രസ് പാർട്ടിയും ചെന്ന് ഈ സമീപകാലത്ത് ഈ വസ്തുതയുടെ കണിക പോലുമില്ലാത്ത എത്ര സംഭവങ്ങളാണിപ്പോൾ ജയിക്ക് സൂചിപ്പിച്ചത്. എത്ര നാൾ കൊണ്ടാടി, ഒടുവിൽ എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ റിസൾട്ട്? അങ്ങനെ പോലും അല്ലാത്ത പരാതി വന്നു, ആരോപണം ഇത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ KC വേണുഗോപാൽ ഈ 7 കോടി കൈപ്പറ്റി, പ്രിയങ്ക അപ്പാടെ ഇത് കൊണ്ടുപോയി, കൊടിക്കുന്നിൽ ഇതാകെ കിട്ടി, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു പരാതി ഉണ്ടല്ലോ, ഇങ്ങനൊരു വെളിപ്പെടുത്തലുണ്ടല്ലോ, ചില തെളിവുകളുണ്ടല്ലോ, എന്തേ നിങ്ങൾ പറയുന്നു ഇന്നല്ലേ ചോദിച്ചുള്ളൂ. അല്ലാതെ വിധി പ്രസ്താവിച്ച് അവരൊക്കെ ഈ തട്ടിപ്പ് നടത്തി എന്നൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ജനങ്ങളോട് വിശദീകരിക്കാൻ ഉത്തരവാദിത്തമില്ലേ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ ശ്രീ ലാൽകുമാർ, ഞാൻ റെജിയിലേക്ക് വരുമ്പോൾ റെജി അത് കോട്ട് ചെയ്തിട്ട് ഒരു മറുപടി പറയും എന്ന് വിചാരിക്കും. അത് വെച്ച് നമുക്ക് ജയിക്കിലേക്ക് പോവാം. 2 കാര്യങ്ങളാണ് ലാൽകുമാർ. ഒന്ന്, മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളുടെ അവശേഷിക്കുന്ന വിശ്വാസ്യത പോലും ഇങ്ങനെ തുലയ്ക്കണോ? അത്ഭുതപ്പെടും വിധത്തിലാണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ സംഭവം. ഈ നേരം വരെ വളരെ ഗൗരവത്തോടുകൂടി ബാക്കി എല്ലാം മാറ്റിവെച്ച് ചർച്ച ചെയ്യുകയും വാർത്ത ചെയ്യുകയും അതേ തുടർന്ന് പ്രതികരിക്കാൻ ആ നേതാക്കളെ നിർബന്ധിതരാക്കും വിധത്തിലേക്ക് മാധ്യമങ്ങൾ ഇടപെടേണ്ട ഗൗരവമുള്ള വിഷയം, ദേശീയ മാധ്യമങ്ങൾ പോലും അത് ആ നിലയിൽ ഏറ്റെടുക്കും വിധത്തിലേക്ക് ഒരു പ്രാപ്തമായ പ്രശ്നമാണിത്.
പക്ഷേ ഈ മാധ്യമങ്ങൾ ഒരുക്കുന്ന ഒരു വലിയ പരിഗണന, പരിലാളന, അതുകൊണ്ടാണോ ഈ നേതാക്കൾക്ക് ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാതെ ഒളിച്ചിരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ടാണോ? കോൺഗ്രസ് എങ്ങനെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യണം? ഈ നേതാക്കൾ എങ്ങനെ പ്രതികരിക്കണം? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണോ ലാൽകുമാർ? അല്ല, ഇതിനകത്തെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം, ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഏത് തരത്തിൽ അക്കൗണ്ടബിൾ ആകും എന്നുള്ളതാണ് ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കേരളത്തിൽ ഇല്ല. ഇന്ത്യയിൽ ഇപ്പം അവർ ആർക്കും മറുപടി പറയേണ്ടതില്ലാത്തതുകൊണ്ട്, ഇന്ത്യ മീൻസ് നാഷണൽ പൊളിറ്റിക്സിൽ അവരാർക്കും മറുപടി പറയേണ്ടാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. അതേ സ്ഥാനത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ മാധ്യമങ്ങളുടെ താല്പര്യം ഒരിക്കലും വി ഡി സതീശൻ ഒരു തെറ്റും ചെയ്യത്തില്ല, കെ സി വേണുഗോപാൽ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ഇവരുടെ നയത്തോട് ചേർന്ന് നിൽക്കുകയും എന്നാൽ ഒരു കാരണവശാലും അവരെ ഒരു വിമർശനം പോലും ഉന്നയിക്കാത്ത രീതിയിൽ താരാട്ടുപാടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിലുണ്ട്. അത് നമ്മൾ പല ഘട്ടങ്ങളിലും കാണുന്നതാണ്. വി ഡി സതീശൻ ഇപ്പം വളരെ മോശമായ രീതിയിലൊരു പ്രതികരണം നടത്തിയാൽ, കള്ളം പറഞ്ഞാൽ അതൊരു കള്ളമാകുന്നേ ഇല്ല, അതൊരു വാർത്തയാകുന്നേ ഇല്ല. നോക്കൂ, നമ്മളിപ്പം വാർത്ത തലക്കെട്ടുകൾ എഴുതുന്നവർ വേണമെങ്കിൽ കള്ളം പറഞ്ഞു എന്നെഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ വി ഡി സതീശൻ അസത്യം പറഞ്ഞു എന്ന് എഴുതാം, തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയാം. ഇത് ഏതേലും ഒരു രൂപത്തിൽ, ഏതേലും ഒരു ഭാവത്തിൽ കേരളത്തിൽ ഒരു വാർത്തയും വരാറില്ല. ഇപ്പം റെജി പറഞ്ഞ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഇപ്പം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലമായപ്പോഴത്തേന് ഇയാൾ എന്തിനു വന്നിരിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു ചോദ്യം. റെജി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല പൈസ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്, കാര്യം ഈ പറയുന്ന വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ആക്ഷേപമുള്ള കെ സി വേണുഗോപാലും ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷും അതിന് മറുപടി പറയണം. അത് മറുപടി പറയുന്നിടത്തോളം കാലം ഈ പരാതിക്കാരൻ്റെ ഒപ്പം നിൽക്കാനേ ഞാൻ തയ്യാറാകത്തുള്ളൂ. കാര്യം പരാതിക്കാരൻ ഓൺ റെക്കോർഡ് വന്ന് നമ്മളോട് പറയുകയാണ് ഇന്ന പോലെ പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതില്ല എന്ന് പറയാത്തിടത്തോളം കാലം അതൊരു അഡ്മിഷനാണ്, ആ അഡ്മിഷനായിട്ട് മാത്രമേ എടുക്കാൻ കഴിയൂ. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം വരുന്നു എന്ന് ചോദിച്ചാൽ, കാശ് കൊടുത്ത ആൾക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള സമയം തെരഞ്ഞെടുപ്പ് കാലം അറിയി. കാര്യം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ഈ പറയുന്ന കാശ് കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ആ കാശ് എങ്ങനെയും കിട്ടണമെങ്കിൽ ഇവർക്ക് ഏറ്റവും സ്റ്റേക്കുള്ള ഒരു പോയിന്റ് എപ്പോഴാണ്? തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഇപ്പോഴെങ്ങാനും വന്ന് പറഞ്ഞാൽ എൻ്റെ പൈസ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വരുന്നത്. അല്ലെങ്കിൽ ഡൽഹി കിടന്ന് കറങ്ങിയാൽ പോരെ, ഡൽഹി കിടന്ന് ഇവരുടെ പുറകെ, അല്ലെങ്കിൽ എത്ര നാൾ ഇവർക്ക് കൊടുത്തിട്ട് കാശ് മേടിക്കാൻ ഇവരുടെ പുറകെ നടക്കും? കെ സി വേണുഗോപാലിൻ്റെ പുറകെ നടക്കാനാണെങ്കിൽ എത്ര ഫ്ലൈറ്റ് അദ്ദേഹം കയറണം? 10 കോടി രൂപയുടെ വിമാനത്തിൽ ടിക്കറ്റ് എടുത്താൽ തീരുമോ? തീരത്തില്ല. അപ്പം ഈ കംപ്ലൈനൻ്റ് എന്ന് പറയുന്ന ആൾ, ഈ കംപ്ലൈനൻ്റ് ഈ പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്യാനും കേരളത്തിലേക്ക് വരാനും അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കാനും അയാൾക്ക് കാശിന് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹം 100% ഇത് കൊടുത്തിട്ടുണ്ടാകണം. അല്ല എങ്കിൽ ഇത്രയും മെനക്കെട്ട് ഇവിടെ വന്ന് ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഇവർ ഡിനൈ ചെയ്യട്ടെ. ഇപ്പം റജിക്ക് കൊടുത്ത മറുപടിക്കകത്ത് താങ്കൾ സൂചിപ്പിച്ചല്ലോ, കൈരളി ചാനൽ ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ സമീപിക്കുകയും കൊടിക്കുന്നിൽ സുരേഷ് ഈ വിഷയത്തിൽ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് ശേഷം മറുപടി പറയാമെന്നും പറഞ്ഞു. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞില്ല. കൊടിക്കുന്നിൽ സുരേഷ് മറുപടി പറയുകയാണെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരന് കൂടുതൽ മറുപടിയും കൂടുതൽ തെളിവുകളൊക്കെ കൊണ്ടുവരാമല്ലോ. അപ്പം നമുക്ക് കൂടുതൽ വിശാലതയിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഇത്രേ ഉള്ളൂ. കൊടിക്കുന്നിൽ സുരേഷ് ചെയ്ത കാര്യം ഇത് മിണ്ടായിരിക്കുന്നതായിരിക്കും സൗകര്യം, അതുവഴി അങ്ങ് പൊക്കോളും എന്നായിരിക്കും വിചാരിക്കുന്നത്. അതായിരിക്കും അദ്ദേഹം കരുതിയത്. കംപ്ലൈനൻ്റ് കരുതിയത് തിരിച്ചുമായിരിക്കാം. പക്ഷേ ഇതിനെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് എടുത്താൽ നോക്കൂ, രാജ്യത്ത് ഭരണഘടനയെ സംരക്ഷിക്കാനും തെരഞ്ഞെടുപ്പിന് സുതാര്യമാകണമെന്നും പറഞ്ഞും ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണമെന്നും പറഞ്ഞ് യാത്ര നടത്തിയ ആൾക്കാരിൽ ഒരാളാണ് കെ സി വേണുഗോപാൽ. അദ്ദേഹത്തിനെതിരെയാണ് ആരോപണം അല്ലേ? നോക്കൂ, സംസ്ഥാനത്തെ ഒരു നേതാവല്ല, കൊടിക്കുന്നിൽ സുരേഷ് പോലും സംസ്ഥാനത്തെ ഒരു നേതാവല്ല. ദേശീയ രാഷ്ട്രീയത്തിൽ മന്ത്രിയായിട്ടുള്ള ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഇവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറി പണം മേടിച്ചു എന്നുള്ളൊരു ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടി പറയണ്ട എന്നുള്ളത് എന്തുകൊണ്ട്? അത് കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടതല്ലെന്നേ, ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ ആൾക്കാരോട് പറയേണ്ടത്. ഈ പറയുന്ന രാജ്യത്തോട് മറുപടി പറയേണ്ട വിഷയമാണ്. അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റും? കേരളത്തിൽ മാത്രമല്ലോ തിരഞ്ഞെടുപ്പുള്ളൂ, മറ്റു സ്ഥലത്ത് തിരഞ്ഞെടുപ്പില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരോട് എങ്ങനെ പറയും? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഞാൻ കാണുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, പണം വാങ്ങിച്ചില്ലയോ എന്നുള്ളത് നിൽക്കട്ടെ, മറുപടി പറയാത്തിടത്തോളം കാലം
ഈ പറയുന്ന ഒരു പരാതിയുമായി മുന്നോട്ട് വന്ന ഒരാളോട് മാത്രമേ നമുക്ക് കൂറ് കാണിക്കാൻ പറ്റൂ. വ്യത്യസ്തമായി ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട്, ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം ആന്റണി വന്നിട്ട് പറഞ്ഞു പൈസ ആന്റണി വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു പൈസ ഞാൻ വാങ്ങിച്ചതാണ്, പക്ഷേ തിരിച്ചു കൊടുത്തു എന്നെങ്കിലും അദ്ദേഹം പറഞ്ഞു. കൊടുത്തതിന്റെ കണക്കോ ഏതുവഴി പോയെന്നോ, ഇലക്ഷൻ ഫണ്ടിലേക്കാണോ മേടിച്ചതെന്ന് പറയുന്നു, ഇലക്ഷൻ അക്കൗണ്ടിലേക്ക് മേടിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ പൈസ കൊടുത്തു എന്തോ, കാരണം ആ പറഞ്ഞതിനനുസരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കാരണം മാത്രമാണ് മടക്കി കൊടുത്തതെന്നാണ് രാജു പറഞ്ഞത്. പക്ഷേ എത്ര കൊടുത്തു എന്നൊന്നും പറയാൻ ആന്റണി തയ്യാറായിട്ടുമില്ല. എത്ര വാങ്ങി എത്ര കൊടുത്തു എന്ന് പറഞ്ഞില്ല. അല്ല, ഞാനതിൽ പറഞ്ഞതെന്നറിയോ, ഞാൻ ഈ വിഷയത്തിൽ കൈരളി തന്നെ ഒരു ചർച്ചയ്ക്ക് ഇരുന്നതാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ആന്റണി പുറത്ത് വന്ന് പത്രസമ്മേളനമെങ്കിലും നടത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം വന്ന് അയ്യോ ഞാൻ മേടിച്ചില്ലെന്നോ ആ വിഷയത്തെക്കുറിച്ചൊന്ന് പ്രതികരിക്കാനെങ്കിലും അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് റജിയുടെ വാദം നിരർത്ഥകമാകുന്ന വരാം ലാൽകുമാർ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. അതായത് റജി പറഞ്ഞ വാദം നിലനിൽക്കാതെ വരുന്നത് അവിടെയാണ്. കാരണം ആന്റണി പോലും ഒരു ആരോപണം വന്നപ്പോൾ വാർത്താ സമ്മേളനം നടത്തി. KC വേണുഗോപാലും അതുപോലെ തന്നെ കൊടിക്കുന്നിലും ഈ നേരം വരെ മൗനം പാലിക്കുന്നു. അത് ഒരു അഡ്മിഷനാണ്, സമ്മതിക്കലാണ്, ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ആളുകൾക്ക് ബോധ്യം വരുന്ന നിലയിലുള്ള ഒരു മൗനം ഈ നേതാക്കൾ എന്തുകൊണ്ട് പാലിക്കുന്നു എന്ന പ്രശ്നം മറ്റൊരു ഗുരുതരമായ സാഹചര്യമുണ്ട്. ഇപ്പോൾ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ നമ്പർ 10 ജൻപഥിൽ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഇന്നും ദുരൂഹമായി നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ വിഷയത്തിലും വന്നിട്ടുള്ളത്. ആ നമ്പർ 10 ജൻപഥിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ PA പണം വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട് അത് ചോദിച്ചപ്പോൾ, ആ പണം തിരികെ കിട്ടാൻ വേണ്ടി ചോദിച്ചപ്പോൾ പ്രിയങ്ക തട്ടിക്കയറിയതും ആ നമ്പർ 10 ജൻപഥിനെ പരാമർശിച്ചും ആണ് ഈ ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ്, ജീവിത പങ്കാളി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെയും ഉണ്ട് കാര്യം. മനസ്സിലായോ റജി? അപ്പോൾ റജി പറഞ്ഞത് നിൽക്കില്ല. കാരണം ഇത്തരം സംഭവങ്ങൾ ഉയരുമ്പോൾ റജി പറഞ്ഞതുപോലെയല്ല നടന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലേക്കുള്ള കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ പണം പിരിക്കൽ, അതിൽ വല്ലാതെ വേദനിച്ച മനുഷ്യർ കേരളത്തിലും കോൺഗ്രസിനകത്തുണ്ട്. സമീപകാലത്ത് എന്താ നോക്കാം, തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, മേയർ തെരഞ്ഞെടുപ്പിൽ അവഗണിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവില്ലേ തൃശ്ശൂർ കോർപ്പറേഷനിൽ മേയർ സ്ഥാനം നഷ്ടപ്പെട്ട വളരെ സീനിയറായ ആ നേതാവ് പറഞ്ഞത് റജിക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഇത് ഒരൽപ്പം കാണാം. കാത്തിരുന്ന് ഭരണം കിട്ടി ആ സ്ഥാനത്തേക്ക് കടക്കുന്നു. ആ അവസരത്തിൽ ഒരു പുതിയ ആൾ നൂലുമേ ICC പറഞ്ഞു എന്ന് പറഞ്ഞ് കടത്തിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദുരൂഹത എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം. എന്നോട് അദ്ദേഹം 3 ദിവസം മുമ്പ് ചോദിച്ചു, പാർട്ടി ഫണ്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ടല്ല, പാർട്ടി ചലിക്കണമെങ്കിൽ ഫണ്ട് വേണമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ നിസ്സഹായാണ്, എൻ്റെ കയ്യിൽ പണമില്ല, ഞാനൊരു വിഡോ ആണ്, പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന നിലയ്ക്ക് എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ 1 വർഷമെങ്കിലും തരണമെന്ന് ന്യായമായൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പോൾ എന്നെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ചേച്ചിയുടെ കയ്യിൽ 10 പൈസ ഇല്ലാണ്ട് ഇതിനൊക്കെ ഇറങ്ങിയിട്ട് എന്താ കാര്യം ചേച്ചിയെന്ന്. അതെനിക്ക് വേദനാജനകമാണ്. ഏതായാലും ഇത് റജി മറന്നുപോകാനിടയിൽ ഈ അടുത്ത കാലത്ത് സംഭവിച്ചതാണ്. ഇതിൽ പറയുന്നുണ്ട് ആ കോൺഗ്രസ് നേതാവായ അവർ പറഞ്ഞത് AICC മേയർ പദവി പേയ്മെൻറ്റ് സീറ്റ് പണം കൊണ്ടുവരൂ. ഹരിയാനയിൽ ഈ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പറയുന്നതാണ്, അതിന് പണം കൊടുത്തു, അവർ കൊടുത്തിട്ടും സീറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്നും പുതിയ കാര്യമൊന്നും അല്ല റജി കോൺഗ്രസിനെ സംബന്ധിച്ച്. നോക്കൂ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനനായ ശ്രീ ജയ്ക്ക്, അദ്ദേഹം CPM-ൻ്റെ സംസ്ഥാന വക്താവാണ്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് തസ്കര സംഘമാണെന്ന്. ശബരിമലയിലെ ശ്രീ അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം ഒഴികെ ബാക്കി മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടി, ഒരു പാർട്ടിയെ ന്യായീകരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിനെ തസ്കര സംഘം എന്ന് ആക്ഷേപിക്കുമ്പോൾ എനിക്ക് വലിയ അതിശയം തോന്നുന്നു. കാരണം ഭരണത്തിനിടയിൽ നിൽക്കക്കള്ളിയില്ലാതെ CPM-ൻ്റെ പ്രമുഖരായിട്ടുള്ള 4 നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നു, അങ്ങനെ അഴിക്കുള്ളിലാകുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും എതിർ സംഘത്തിൽപ്പെട്ടവരെ തസ്കരയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ അങ്ങനെ ആക്ഷേപിക്കുവാൻ അദ്ദേഹം കാട്ടുന്ന ഒരു ഔത്സുക്യത്തെ, നമ്മൾ ചർച്ച ചെയ്യുന്ന കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിളിക്കുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? അല്ല, കാരണം പരാതി 7 കോടി കൊടുത്തു എന്ന് നിങ്ങളുടെ തന്നെ പാർട്ടിക്കാർ നിങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് പറയുന്നു. സ്വാഭാവികമായും പറയില്ലേ?
അവരൊട്ടും മിണ്ടുന്നില്ല എന്നതിൻ്റെ അർത്ഥം ലാൽകുമാർ പറഞ്ഞു. തസ്കരന്മാരെന്നല്ലാതെ പിന്നെ അപ്പുറത്ത് അവരെന്താ വിളിക്കുക? അല്ല തസ്കര സംഘം എന്നല്ലാതെ എന്താ വിളിക്കുക? ബഹുമാനായ ശ്രീ ലാൽകുമാറും ഏതാണ്ട് അതേ ഒരു എന്താണ് അതിൻ്റെ ഒരു മീനിങ് വരത്തക്ക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെയും സംസാരം. ഒരു എന്താണ് അവർക്ക് ഉത്തരവാദിത്വം വേണം എന്നാണ് പറയുന്നത്. അതാണ് റജി പറഞ്ഞത്. ആന്റണി പോലും വാർത്താ സമ്മേളനം വിളിച്ച് അത് നിഷേധിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ പണം വാങ്ങിയതിൻ്റെ ഇടപാടുകളെക്കുറിച്ച് പറഞ്ഞു, വാങ്ങി കൊടുത്തു, അതിലൊക്കെ സംശയവും ദുരൂഹതയുണ്ട്. പക്ഷേ ആന്റണി പോലും കാട്ടിയ ധൈര്യം KC വേണുഗോപാലും അതുപോലെ കൊടിക്കുന്നിലും എന്തേ കാട്ടാത്തത്? വളരെ പരസ്യമായ ആരോപണം ഉയർന്നിട്ടും ചില തെളിവുകളെന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും ഇരു നേതാക്കളും മൗനം പാലിക്കുകയല്ലേ? ഗുരുതരമായ ആരോപണം അവർക്ക് നേരെ വന്നിട്ടും അവർ മിണ്ടാത്തത് എന്തേ? ആന്റണി കാട്ടിയ ധൈര്യം പോലും ഇരുവർക്കുമില്ലേ തുറന്നു പറയാൻ, വിശദീകരിക്കാൻ? ശ്രീ ശരത്ത്, ഇത് ധൈര്യത്തിൻ്റെ പ്രശ്നമല്ല. വടക്കഞ്ചേരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു സ്ഥലമുണ്ട്. അവിടെ ബ്ലോക്ക് ഡിവിഷനിലെ ജാഫർ എന്ന് പറയുന്ന ഒരാളെ 50 ലക്ഷം രൂപ കോഴ കൊടുക്കാം, നീ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞതായി ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നു. അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ? ജില്ലാ വാർത്തകളിൽ വന്നിരുന്നു കേട്ടോ. വാർത്തകൾ അയാൾ തന്നെ, ആ വ്യക്തി തന്നെ പറഞ്ഞു. അത്രയും പോലും ആർജവം ഈ നേതാക്കൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അയാളുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ വേണ്ടി നിനക്ക് 50 ലക്ഷം രൂപ തരാം, അല്ലെങ്കിൽ നിനക്ക് നല്ല സ്ഥാനം നൽകാം എന്ന് ഓഫർ ചെയ്ത പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാരെങ്കിലും അത് സംബന്ധിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടോ? പിന്നെ എത്രയോ പ്രതികരണം ഉണ്ടായിരുന്നു, വാർത്തകളിൽ ഉണ്ടായിരുന്നു റജി, വാർത്തകളിലുണ്ടായിരുന്നു. ഇത് തർക്കിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. പക്ഷേ അതുപോലെ അതിനുമൊക്കെ അപ്പുറമുള്ള ഒരു പാർട്ടിയുടെ ദേശീയ നേതാക്കളായി നിൽക്കുന്ന ആളുകളെക്കുറിച്ച് ആരോപണം വന്നിട്ട് എന്ന് മിണ്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അതെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പറഞ്ഞത് കേട്ടില്ലേ റജി? കറക്റ്റാണത്. കാരണം രാഷ്ട്രീയ നേതാക്കൾക്ക് അല്പമെങ്കിലും ഭയമുണ്ടാകുന്ന കാലം തെരഞ്ഞെടുപ്പ് കാലമാണ്. 1.5 വർഷമായി നടന്ന് ചെരുപ്പു തേഞ്ഞ ആ മനുഷ്യൻ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അയാളുടെ ആ പ്രശ്നം, അയാൾ വഞ്ചിക്കപ്പെട്ടത് തുറന്നു പറയുന്നു. പണം കിട്ടട്ടെ എന്ന് കരുതി തിരഞ്ഞെടുത്ത സമയം കറക്റ്റാണെങ്കിൽ എന്താണ് തെറ്റ്? അപ്പോൾ അത് പരിഹരിക്കേണ്ടതും തുറന്നു പറഞ്ഞു. അങ്ങനെ അപമാനകരമായി പെരുമാറുന്നു, തീർത്തും കളവാണ് എങ്കിൽ അത് പബ്ലിക്കിൽ പറഞ്ഞ് ഫൈറ്റ് ചെയ്യേണ്ട നേതാക്കന്മാർ. അതില്ലാതെ വന്നാൽ അതിനർത്ഥം എന്താണ്? പബ്ലിക്കിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന അദ്ദേഹം അവകാശപ്പെടുന്ന തുക തിരിച്ചു ലഭിക്കുമോ? ഇന്ത്യൻ്റെ ഭരണഘടന പ്രകാരവും നമ്മുടെ നിയമസംഹിത പ്രകാരവും KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും അവരെ സംബന്ധിച്ച് സംശയകരമായ ഒരു സാഹചര്യം, സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നു. ആ നിഴലിൽ നിൽക്കുമ്പോൾ അവരത് വിശദീകരിക്കാൻ തയ്യാറായാൽ തന്നെ അവരെക്കുറിച്ച് ആളുകൾക്ക് ഈ നേതാക്കൾ അങ്ങനെ മറുപടി പറഞ്ഞല്ലോ എന്നെങ്കിലും ഒരു ചിന്ത വരും. മിണ്ടാതിരുന്നാലോ? അതല്ലേ ഈ നേതാക്കൾ ചെയ്തത്? മിണ്ടാതിരുന്നാൽ സംശയം വർദ്ധിക്കുകയല്ലേ? പ്രതികരിക്കാതിരുന്നാൽ, നിഷേധിക്കാതിരുന്നാൽ, അതാണ് ലാലു പറഞ്ഞ അഡ്മിഷനാണത്. ഒരു സംശയത്തിൻ്റെ നിഴലിലും വരുന്നില്ല. അതൊക്കെ രാഷ്ട്രീയ എതിരാളികൾ സൃഷ്ടിക്കപ്പെടുന്ന ചില നറേറ്റീവ്സ് ആണ്. അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തുക നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള റജിയുടെ പാർട്ടിയുടെ ചീട്ടിന്റെ ആവശ്യമുണ്ടോ? പ്രതികളോട് ചോദിച്ചിട്ടാണോ? അയാൾ പ്രതിയാണെന്ന് കരുതുന്ന മനുഷ്യരോട് ചോദിച്ചിട്ടാണോ കോടതി പോകുന്നല്ലോ? അതെ. അപ്പൊ എന്തുകൊണ്ട് ആ മാർഗം സ്വീകരിക്കാതെ ഒന്നുകിൽ റജി വാർത്തകളൊന്നും മനസ്സിലാക്കുന്നില്ല. ആ നിലയിൽ അയാൾ പരാതിക്കാരനായി കൂടിയാണ്. അതിനുശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? അപ്പോൾ ഇൻ കേസ് ഇവർക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ കോടതിയിൽ പറഞ്ഞാൽ മതിയല്ലേ? ശരി. ഒരാൾ AICC ജനറൽ സെക്രട്ടറി ആണ്, മറ്റൊരാൾ MP ആണ്, രണ്ടുപേരും MP ആണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ശരി. ഇവിടെ ശ്രീ ജയ്ക്ക്, ഞാൻ കേരളത്തിലെ ഒരു സാഹചര്യമാണ് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ റജി പറഞ്ഞ വാദം അദ്ദേഹം പറഞ്ഞ് വീണ്ടും പറയുന്ന വാദങ്ങൾ ആ ഭാഗത്തെ കൂടുതൽ ദുർബലമാക്കുകയാണോ? അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് നേരെ ശബരിമലയിലേക്കാണ്. അങ്ങനെയുള്ള CPM-ന് എന്ത് അർഹതയാണ് യഥാർത്ഥത്തിൽ ഈ വിമർശനം ഉന്നയിക്കാൻ എന്ന മട്ടിലാണ് ശബരിമല സ്വർണ്ണ മോഷണ കേസുമായി ബന്ധപ്പെടുത്തി ഒരു ഡിഫൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ജയ്ക്ക്. അതെ, അതായത് ഞാൻ ഉന്നയിച്ച വിമർശനം എന്താണ്? ഈ ലഭ്യമായ വിവരങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെയും 2018 പ്രളയം മുതൽ 2026 നമ്മൾ ഒത്തുചേരുന്ന സമയത്ത് വയനാട് വരെ നീണ്ടു നിൽക്കുന്ന കേരളീയ അനുഭവങ്ങളുടെയും മുൻനിർത്തി പരിശോധിക്കുമ്പോൾ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഒരു സംഘടിത തസ്കര സംഘമായി മാറിയിരിക്കുന്നുവോ? ഈ വിമർശനമാണ് ഞാൻ ഉയർത്തിയത്. ആ അനുഭവങ്ങളിലേക്ക് ഞാൻ അക്കമിട്ട് പറഞ്ഞു. അത് ഈ ഗൗരവ് കുമാറിൻ്റെ വാർത്താ സമ്മേളനം മുതൽ
വയനാടിന് വേണ്ടി സാധാരണക്കാരായ മനുഷ്യരുടെ ശവം ചൂണ്ടിക്കാട്ടി കോടാനുകോടി പിരിച്ച അതിനെ അക്കൗണ്ടബിൾ അല്ല നിൽക്കുന്ന കോൺഗ്രസിൻ്റെ സമീപനം മുതൽ 2018 1000 വീട് പ്രളയത്തിൻ്റെ അനുഭവത്തിലെ 1000 വീടുകൾ മുതൽ എത്രയെത്ര അനുഭവങ്ങൾ. എന്നാൽ 70 രൂപ ഓട്ടോ കാശ് വാങ്ങിച്ച CPIMൻ്റെ ഒരു പ്രവർത്തകനോട് സ്വീകരിച്ച സമീപനം, ഇതായിരുന്നു ഞാൻ ഉന്നയിച്ച വാദത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനോട് ഏതെങ്കിലും ഒന്നിനോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായോ? അദ്ദേഹം നേരെ പോയത് ഞങ്ങളെ തസ്കര സംഘമെന്ന് വിളിച്ചാൽ നിങ്ങൾ ശബരിമലയെ മുൻനിർത്തി നിങ്ങളെ എന്തു ചെയ്യുമെന്നുള്ളതാണ്. ശബരിമലയെ മുൻനിർത്തി എന്ത് ചെയ്യും? ആ 10 ജൻപതിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹരിയാനയിലെ ജബി മേത്തറും അദ്ദേഹത്തിൻ്റെ കുടുംബവും സംഘവും ഇന്ന് സംശയത്തിൻ്റെ നിഴലിലാക്കിയിരിക്കുന്നത്. ആ 10 ജൻപതിൽ വെച്ചു തന്നെ, അതായത് അങ്ങ് സൂചിപ്പിച്ച ലോകമെങ്ങുമുള്ള വിശ്വാസികളുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള ശബരിമലയിലെ സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയയാളും ഒരേപോലെ സുസ്മേരവതരായി യാതൊരു വിധത്തിലുള്ള പരിശോധനകളും ആശങ്കകളും ഇല്ലാതെ ഏറ്റവും സന്തോഷത്തോടുകൂടെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ സുരക്ഷാ സന്നാഹമുള്ള ഒരാളുടെ വീടിൻ്റെ ഒരു പിരിമുറുക്കവും കൂടാതെ കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നത് ഈ പണം കൈമാറിയെന്ന് പറയപ്പെടുന്ന ഇതേ 10 ജൻപതിലാണ്. അങ്ങ് പറഞ്ഞു കുടുങ്ങാൻ പാടില്ലായിരുന്നു. ആ 10 ജൻപത് സ്വർണമോഷണക്കാരുടെയും മോഷ്ടിക്കപ്പെട്ട കട്ട മുതൽ വാങ്ങുന്നവന്മാരുടെയും കേന്ദ്രമാണോ? കൈക്കൂലിപ്പണം മണ്ഡലാടിസ്ഥാനത്തിൽ സീറ്റ് വെച്ച് വിൽപ്പന നടത്തി അതിന് കമ്മീഷൻ അടിക്കുന്ന ഒരു കമ്മീഷൻ കേന്ദ്രമാണോ? ഇതൊക്കെയല്ലേ എനിക്ക് തിരികെ ചോദിക്കേണ്ടതായിട്ട് വരിക. അത് ചോദിക്കുന്നത് ആലങ്കാരികമായിട്ടല്ലല്ലോ. നമ്മളുടെ മുമ്പിൽ വസ്തുതകൾ സംസാരിക്കുന്ന ചിത്രങ്ങളുടെയും വാർത്തകളുടെയും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലല്ലേ ഈ ചോദ്യം എനിക്ക് തിരികെ ചോദിക്കേണ്ടതായിട്ട് വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ആങ്കർ ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹം പറയുകയാണ്, പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെ വന്ന് പറയാൻ പാടുണ്ടോ? അങ്ങനെ വന്ന് പറഞ്ഞാൽ പണം തിരികെ ലഭിക്കുമോ? ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആശങ്ക. പബ്ലിക്കിന് മുമ്പിൽ വന്ന് കോൺഗ്രസിൻ്റെ അഴിമതി പറഞ്ഞ് അതിനെതിരെ സമരം ചെയ്തില്ലെങ്കിൽ തങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയതിന് തൊട്ടു മുമ്പ് കേരളത്തിലൊരു അനുഭവം ഉണ്ടായിരുന്നില്ലേ? അങ്ങ് കോൺഗ്രസിൻ്റെ അടിയുറച്ച സഹയാത്രികൻ പ്രവർത്തകനാണല്ലോ. അങ്ങേക്ക് വയനാടിലെ കോൺഗ്രസിൻ്റെ നേതൃപദവി അലങ്കരിച്ചിരുന്ന NM വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ മകൻ, മാനസിക വെല്ലുവിളി നേരിടുന്ന മകന് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്ത അദ്ദേഹവും ആത്മഹത്യ ചെയ്യേണ്ട വന്ന ലോകത്തൊരു മനുഷ്യനും ഉണ്ടാകാൻ പാടില്ലാത്ത അനുഭവം എന്തുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായി? കട്ടുമുടിപ്പിച്ചു. ആര്? അങ്ങയുടെ പാർട്ടിയുടെ വയനാട്ടെ നേതാക്കന്മാർ. ലക്ഷങ്ങൾ കോടികൾ അദ്ദേഹത്തിന്റെ പേരിൽ ബാധ്യതയായി. പിടിച്ചു നിൽക്കാനാകാതെ വന്നപ്പോൾ അദ്ദേഹം ഈ കട്ടുമുടിച്ച കള്ളന്മാരായ കോൺഗ്രസ്സുകാരിൽ നിന്നും വ്യത്യസ്തനായിരുന്ന ഒറ്റ കാരണത്താൽ സ്ഥലം വിറ്റ് പണം തിരികെ കൊടുക്കാൻ ശ്രമിച്ചു. എന്നിട്ടും പിടിച്ചു നിൽക്കാനാകാതെ വന്നപ്പോൾ മകനും അദ്ദേഹവും ആത്മഹത്യ ചെയ്തു. ഇല്ലേ? ആത്മഹത്യ ചെയ്ത NM വിജയന്റെ കുടുംബം എത്ര തവണ അങ്ങീ സൂചിപ്പിച്ച പേരുകാരുടെ അടുക്കൽ വന്നു? പ്രിയങ്ക ഗാന്ധിയുടെ, രാഹുൽ ഗാന്ധിയുടെ. ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞു വെച്ചത് എന്താണ്? അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ കൈത്തണ്ട മുറിച്ച് ആത്മഹത്യ ചെയ്ത് സമരമിരിക്കും. ആ സമരമിരിക്കുമെന്ന പ്രഖ്യാപനത്തെ തുടർന്ന് എന്ത് ചെയ്തു? 50, 60, 70 ലക്ഷം രൂപ കൊടുത്ത് കോൺഗ്രസ് അത് സെറ്റിൽ ചെയ്തു. ഇല്ലേ? പബ്ലിക്കായി പറഞ്ഞില്ലായിരുന്നെങ്കിൽ NM വിജയന്റെയും മകന്റെയും മാതൃക സ്വീകരിക്കേണ്ട വരില്ലായിരുന്നോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്? ഇത് ആരുടെ അനുഭവമാണ്? ഇടതുപക്ഷക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണോ? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആലങ്കാരികമായി ഭാവനയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണോ? കേരളം നീറുന്ന വേദനയോടുകൂടെ കണ്ടതല്ലേ, കേട്ടതല്ലേ അങ്ങയുടെ പാർട്ടിയുടെ നേതാവായിരുന്ന NM വിജയന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ? അത് പബ്ലിക്കായി വന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് സമരത്തിലേക്കും ആത്മഹത്യയിലേക്കും പോകുമെന്ന ഘട്ടം വന്നപ്പോൾ മാത്രം നിങ്ങളുടെ പാർട്ടി അത് കൊടുത്തു തീർത്തു. ഇല്ലേ? അല്ലായിരുന്നെങ്കിലോ? അപ്പൊ പബ്ലിക്കായി വന്ന് പറഞ്ഞാലേ കോൺഗ്രസ് പണം കൊടുക്കൂ എന്നുള്ളതിന് വയനാട്ടിലും കേരളത്തിലും അനുഭവങ്ങൾ സാക്ഷിയാണ്. അതേ മാതൃകയാണ്. എന്താണ് ഈ നീണ്ട വർഷക്കാലം പല വാതിലുകളും മുട്ടിയിട്ടും തിരികെ പണം ലഭിക്കാത്ത ഗൗരവ് കുമാറിന് സ്വീകരിക്കേണ്ട വന്നത് അതേ മാർഗമാണ്. അപ്പൊ അങ്ങ് തിരിച്ചു ചോദിക്കുകയാണ്, പബ്ലിക്കായി പറയുന്നത് ശരിയാണോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? നിങ്ങൾക്ക് കക്കാം, കോടാനുകോടി സീറ്റിന്റെയും മറ്റും പേരിൽ വാങ്ങാം, കോടികൾ കട്ടുമുടിക്കാനും കോടികൾ കമ്മീഷൻ വാങ്ങിയാലും അത് പുറത്തു വന്ന് പറയുന്നതാണ് കുഴപ്പം, അല്ലാതെ അതിനെ സംബന്ധിച്ച് ചോദ്യം ഉന്നയിക്കുന്നതാണ് കുഴപ്പം. എന്നാൽ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് വസ്തുതകളെ മുൻനിർത്തി സത്യസന്ധമായി ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് തയ്യാറുണ്ടോ? അവിടെയാണ് നമ്മൾ കാണുന്നത് മാനം പിണറായി വിജയനും ഇടതുപക്ഷത്തിനേ ഉള്ളൂ. അതുകൊണ്ടാണ് മാനമുണ്ടെങ്കിൽ മാനഹാനിക്ക് കേസ് കൊടുക്കുകയെന്ന് ഇടതുപക്ഷത്തിന്റെ ചുറ്റും ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. റൈറ്റ്. ഏതായാലും പബ്ലിക്കായി ഇത്തരം കാര്യങ്ങൾ, ഈ സാമ്പത്തിക അല്ലെങ്കിൽ പണാപഹരണം, അത്
നേതാക്കൾ നടത്തുമ്പോൾ, കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ പബ്ലിക്കായി പറയുന്നത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഒരു നല്ല വിശദീകരണമായിട്ടാണ് ജയിക്ക് പറഞ്ഞ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ എം വിജയൻ്റെ അനുഭവം തന്നെ നോക്കിയാൽ മതി. ആ കുടുംബം അങ്ങനെ പരസ്യമായി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എത്ര കാലം പാർട്ടിക്കുള്ളിൽ പറഞ്ഞു, നേതാക്കളുടെ പുറകെ നടന്നു, എന്നിട്ടൊന്നും പരിഹരിക്കാതെ വന്നപ്പോൾ പബ്ലിക്കായി പറഞ്ഞ് മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വന്ന ശേഷം മാത്രമാണ് അത് സെറ്റിൽ ചെയ്യപ്പെട്ടത്, പരിഹരിക്കപ്പെട്ടത് എന്നത് നമ്മുടെ മുമ്പിലെ സമീപകാലത്തെ അനുഭവമാണ്. അത് റെജിക്ക് കുറെ കൂടി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ റെജിയുടെ ഊഴത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് വരാം. നേരത്തെ ഈ പേയ്മെൻറ്റ് സീറ്റിൻ്റെ പ്രശ്നം ബീഹാർ തെരഞ്ഞെടുപ്പിലും ഉയർന്നു വന്നിരുന്നു. അവിടെ ആ മുന്നണിയെ, മഹാസഖ്യത്തെ തന്നെ ബാധിക്കും വിധം സൗഹൃദ മത്സരം കോൺഗ്രസ് സംഘടിപ്പിച്ചു. മുന്നണി താല്പര്യത്തിന് വിരുദ്ധമായി 15ഓളം സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തി. അതിൽ പലതും പേയ്മെൻറ്റ് സീറ്റുകളാണ് എന്ന ആരോപണം രാഷ്ട്രീയമായി ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. ഹരിയാനയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആക്ഷേപം ഉയരുന്നു. ഇവിടെ സീറ്റും കൊടുത്തിട്ടില്ല, പകരം 7 കോടി രൂപ അവരിൽ നിന്ന് വാങ്ങിയെടുത്തു എന്ന ഗുരുതരമായ ആരോപണം. പക്ഷേ ആ നേതാക്കൾ, ആരോപണ വിധേയരായ നേതാക്കൾ, കെ സി ആകട്ടെ അതുപോലെ തന്നെ കൊടിക്കുന്നിലാകട്ടെ കാമ എന്ന് മിണ്ടുന്നില്ല, ഒരക്ഷരവും മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല, ഒരു വിശദീകരണവും ഈ നേരം വരെ നടത്തിയിട്ടില്ല, നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിലെ വളരെ ഗൗരവമായ ഒരു ഭാഗം. അഡ്വക്കേറ്റ് ലാൽകുമാർ, നമ്മളിപ്പോൾ സംസാരിച്ച ഈ വിഷയം പോലെ തന്നെ കേരളത്തിൽ കോൺഗ്രസിനെ കൂടുതൽ കുഴപ്പത്തിലാക്കിയ മറ്റൊന്നാണ് മന്ത്രി വീണ ജോർജിന് നേരെ ഉണ്ടായ ആക്രമണം. അതിൽ ഇന്നലെയും ചർച്ചയിൽ പങ്കെടുത്തയാളാണ് ലാൽകുമാർ. പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യ പ്രതികരണം KSU പ്രവർത്തകർ മന്ത്രിക്കടുത്ത് പോയിട്ടേയില്ല എന്നായിരുന്നു. ലാൽകുമാർ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യ പ്രതികരണം അതായിരുന്നു. പക്ഷേ പിന്നീട് ദൃശ്യങ്ങളെല്ലാം ഇങ്ങനെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് വരുമ്പോൾ കാണുന്നൊരു കാര്യം, മന്ത്രിക്ക് നേരെ ഈ കരിങ്കൊടിയുമായി ഈ KSU പ്രവർത്തകൻ അക്രമോത്സുകനായി വരുന്നൊരു ഘട്ടത്തിൽ പോലീസ് സംരക്ഷണ വലയം തീർക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണുന്നൊരു കാര്യം, ആ സംരക്ഷണ വലയത്തിനുള്ളിൽ കരിങ്കൊടി അയാൾ ഉയർത്തിക്കാട്ടുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം. എന്നുവെച്ചാൽ മന്ത്രിക്ക് മുഖാമുഖമായി നിന്ന് വളരെ ആക്രമണ സ്വഭാവത്തോടുകൂടി ഈ സമരക്കാരൻ എന്ന പേരിൽ ഇയാൾ പെരുമാറുന്നത് കാണാം. ആ ഉയരത്തിൽ കരിങ്കൊടി പോലീസ് വളയത്തിനുള്ളിൽ. ഞാൻ ആ ദൃശ്യങ്ങൾ കാട്ടിക്കൊണ്ടാണ് ലാലിനോട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇതിന്ന് വെളിപ്പെട്ട കാര്യമാണ്. കൈരളി വളരെ ശക്തവും വ്യക്തവുമായി തന്നെ ഇക്കാര്യം ഇന്ന് പ്രേക്ഷകരോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് ഇക്കാര്യത്തിലെടുത്ത നിലപാട് പാടെ പൊളിഞ്ഞു, ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നൊരവസ്ഥയാണോ ഇതിലുള്ളത്? അല്ല, ഈ പാടെ പൊളിഞ്ഞു എന്നുള്ള ഒരു ചെറിയ പ്രയോഗത്തിൽ ഞാൻ അതിനെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലുള്ള നിലപാട് മര്യാദകേടാണെന്ന് ഞാൻ പറയും. അത്രയും ശക്തിയോടുകൂടി അത് പറയേണ്ടതുണ്ട്. നോക്കൂ, ഒരു മന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നതും അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നതും ഒന്നും പ്രശ്നമേ അല്ല. കാര്യം അത് അതിൻ്റെ വഴിക്ക് പോകും. പക്ഷേ സാധാരണ ഇത് നമ്മൾ കരിങ്കൊടി കാണിക്കുന്നത് എപ്പോഴാണ്, ഏത് രീതിയിലാണ്? ഒരു വാഹനത്തിൽ പോകുന്ന ആൾക്ക് എതിരെ നമ്മൾ കരിങ്കൊടി കാണിക്കും. ഈ നടന്നു പോകുന്ന ആൾക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ ഒരു പ്രശ്നം എന്നറിയോ, അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവും. നിങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എടുത്താൽ നമ്മൾ എല്ലാ പൊളിറ്റിക്കൽ സമരങ്ങൾക്കും നമ്മൾ കുറേ സെറ്റ് പ്രാക്ടീസ് ഉണ്ട് അല്ലേ? ആ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസോ CPM ആര് തന്നെ ആകട്ടെ, അവർ മുഖ്യമന്ത്രിയുടെ കാറിന് കരിങ്കൊടി കാണിച്ചു, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് കരിങ്കൊടി കാണിച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അന്ന് മുഖ്യമന്ത്രി നടന്നു പോകുന്നിടത്ത് അന്ന് കരിങ്കൊടി കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ അടുക്കിലേക്ക് അടുക്കുക, അല്ലെ ഒരു മന്ത്രിയുടെ അടുക്കിലേക്ക് അടുക്കുക, പ്രധാനമന്ത്രിയുടെ അടുക്കിലേക്ക് അടുക്കുക, പ്രതിപക്ഷ നേതാവിൻ്റെ അടുക്കിലേക്ക് അടുക്കുക. അങ്ങനൊരു ശീലം നമ്മുടെ നാട്ടിലുണ്ടോ? അങ്ങനൊരു പ്രവണത നമ്മുടെ നാട്ടിലില്ല. ആ പ്രവണതയാണ് ഇവർ ആദ്യം തെറ്റിച്ചത്. അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ഞാൻ എൻ്റെ കൈ ശരത്തേട്ടനെ കൊണ്ട് ഞാൻ ഒരൊറ്റ തള്ളുന്നു, ശരത്തേട്ടൻ്റെ കൈ എന്ന് റെജിയുടെ പെടലിക്ക് കൊള്ളുന്നു, അല്ലെങ്കിൽ കഴുത്തിന് കൊള്ളുന്നു. അതിനകത്ത് ആരാ കുറ്റക്കാരൻ? ശരത്തേട്ടനാണോ ഞാനാണോ കുറ്റക്കാരൻ എന്ന് പറയുന്ന പോലൊരു സിറ്റുവേഷനായി അത് മാറി എന്നുള്ളതാണ്. ഈ പറയുന്ന ആൾക്കാർ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിനകത്ത് കയറി പോലീസിന് ഡിഫെൻഡ് ചെയ്തിട്ടായിട്ട് വന്നു. ഇപ്പോൾ ഇയാൾ ഇതിനകത്തുനിന്ന് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ KSUക്കാരൻ്റെ കൈ തന്നെ നമുക്ക് കിട്ടിയോ എന്നാ KSUക്കാരൻ ചോദിക്കുന്നത്. എന്തൊരു മര്യാദയില്ലാത്ത പറച്ചിലാണ് പറയുന്നത്. എന്നിട്ട് 1 പവൻ കൊടുക്കാമെന്ന് പറയുന്നു. ഇത് ഇങ്ങനാണോ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാര്യങ്ങൾ നടത്തുന്നത്? നോക്കൂ, അവിടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നത് ആര് എന്നുള്ള ചോദ്യം ആദ്യവും അവസാനവും യൂത്ത് കോൺഗ്രസ് KSU ആണ്. KSUക്കാർ അവിടെ ചെന്ന് അവരുടെ അടുക്കിലേക്ക് അടുത്തല്ലോ. ആ അടുത്തപ്പോൾ ഉണ്ടായ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കാര്യമാണ്. അതിൻ്റെ കോൺസിക്വൻസിലാണ് അവരുടെ പെടലിക്ക് തട്ട് കിട്ടിയിരിക്കുന്നത്. അത് പിന്നെ പെടലിയുടെ സ്കാന്, എക്സ്റേ, MRI റിപ്പോർട്ട് എല്ലാം പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസ്സുകാരെയും കാണിച്ചാൽ മാത്രമേ അവർ സമ്മതിക്കത്തുള്ളൂ. നിങ്ങൾ സമ്മതിക്കേണ്ടേ? നിങ്ങൾ സമ്മതിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മളൊരു കാര്യം പറയുന്നത്. നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്താ സംഭവിച്ചതെന്ന്. നോക്കൂ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു കാര്യം പെട്ടെന്ന് ഡൈല്യൂട്ട് ചെയ്യുക. ചേട്ടൻ ഒരു സാധാരണ ഒരു മനുഷ്യൻ ആലോചിക്കുക, പെടലിക്ക് അല്ലെങ്കിൽ കഴുത്തിന്, ഞങ്ങൾ പെടലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ യൂസ് ചെയ്യുക, എനിക്കറിയില്ല കഴുത്തുനിന്ന് തന്നെ പറഞ്ഞേക്കാം. ഈ കഴുത്തിന് ഒരു തട്ട് കിട്ടുക,
ഇതിനകത്ത് അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ഥലമാണത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വീണ ജോർജിന് നേരത്തെ തന്നെ കഴുത്തുമായി ബന്ധപ്പെട്ട് പ്രശ്നമുള്ള ഒരാളാണ്. അപ്പോൾ അവർക്കൊരു തട്ട് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് കൂടുതൽ പ്രശ്നമല്ലേ? അതിന് ആ രീതിയിൽ കാണാതെ ഒരു സ്ത്രീയുടെ അടുക്കിലേക്ക് അടുത്ത് ചെന്ന് ഈ പറയുന്ന മര്യാദകേട് മൊത്തം കാണിച്ചേച്ച് പിന്നെ ഈ പറയുന്ന KSUക്കാരൻ ചെന്ന് ഇവരെ തട്ടുന്ന കാണിക്കുന്നുണ്ടെങ്കിൽ അവന് ഞാൻ ഒരു സ്വർണ്ണം ഒരു പവൻ ആ പവനും കൂടെ പിരിക്കാനായിട്ട് നിങ്ങൾ വേറെ 5 ലക്ഷം രൂപ പിരിക്കുമായിരിക്കും. അത്ര വൃത്തികേടാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അപ്പോൾ എനിക്കതിനകത്ത് വൃത്തികേടൊന്നും മര്യാദകേടൊന്നും ഉറച്ച ശബ്ദത്തോടുകൂടി തന്നെ പറയണമെന്നുണ്ട്. അതിനകത്ത് പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞാൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതാണ് എനിക്ക് സന്തോഷം. കാര്യം പിന്നെ കാഷ്വാലിറ്റി ഉണ്ടാകണമായിരുന്നോ? ഇവരെന്താ പറയുന്നത്? അതീവ ഗുരുതരാവസ്ഥയിൽ പോയി എന്ന് പറയണമായിരുന്നു അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ സമര രീതിക്കകത്തൊരു പ്രശ്നം, നമ്മൾ നടന്നു പോകുന്ന ഒരാൾക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന ആ രീതി നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം കേരളത്തിൽ ഒരു പാർട്ടിക്കാരും അങ്ങനെ ചെയ്യുന്നില്ല. അത് ഉണ്ടെങ്കിൽ ദൂരെ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞാലേ പോലീസുകാരുടെ കൺട്രോളിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞാലേ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ കരിക്കൊടി കാണിക്കാനും മുദ്രാവാക്യം വിളിക്കും. അത് നമ്മളൊരു കൺട്രോൾ ലിമിറ്റിൽ തന്നെ ചെയ്യും. അല്ലാതെ അവരുടെ അടുക്കട് ചെന്ന് എന്നാൽ അവർക്ക് അത്രയും നിയറായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുള്ള പരിപാടി നടത്തി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ കൈ കിട്ടിയോ? ആരുടെ കയ്യാ കിട്ടുന്നേ? റജി, ഇത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി റീത്ത് വെക്കുകയും പൂട്ട് തല്ലിപ്പൊളിക്കുകയും ഒക്കെ ചെയ്ത അതിൻ്റെ തുടർച്ചയാണ് കണ്ണൂരിൽ കണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവിന് അതിനെ തള്ളിപ്പറയേണ്ടി വന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇത് കോൺഗ്രസ്സിന് ഗുണം എന്നല്ല, അങ്ങേയറ്റം ദോഷകരമായ നിലയിലേക്കല്ലേ ഈ പെരുമാറ്റം, ഈ പ്രകൃതം, ഈ പെരുമാറ്റമൊക്കെ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് ബാധിക്കുന്നത്? കോൺഗ്രസ്സിന് തീർത്തും ദോഷകരമായ പെരുമാറ്റമല്ലേ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നായാലും കണ്ണൂരിൽ KSUക്കാരുടെ ഭാഗത്തു നിന്നും ആയാലും ഉണ്ടായത്? ശരത്, ഇത് കോൺഗ്രസിനല്ല ദോഷകരമായിട്ട് ഇത് ബാധിക്കുന്നത്, ഇത് മാർക്സിസ്റ്റ് പാർട്ടിയെയാണ് ഇത് ദോഷകരമായിട്ട് ബാധിക്കുന്നത്. ഇത്ര അധപ്പതിക്കാൻ പാടില്ല പാർട്ടിക്ക് അവരുടെ ഒരു നിലവാരം അവർ സൂക്ഷിക്കണം. നോക്കൂ, 1986 ഒക്കെ മന്ത്രിമാരെ വഴിതടയൽ സമരത്തിൽ നിന്ന് ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്. ഏറ്റവും ഒടുവിൽ 2016 ബീവറേജസ് കോർപ്പറേഷൻ്റെ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ബഹുമാനനായ അന്നത്തെ മന്ത്രി K. ബാബു പോവുകയാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തടയുകയാണ്. അപ്പോൾ സമരം നേർക്ക് നേർ തടഞ്ഞുകൊണ്ട് ആ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് നടത്താനിരുന്ന ഉദ്ഘാടനം അവസാനം 3 മണിക്കാണ് നടത്തിയത്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ സമരമുറകൾ വളരെ വേഗം സമയം തീരുന്നു. അതെ, അത്തരത്തിൽ സമരങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് ഒരു കരിങ്കൊടിയുടെ പേരിൽ. അദ്ദേഹം പറഞ്ഞ വാചകത്തിലുണ്ട് എന്താ? അതെ, നിക്കേ ഒറ്റ സെക്കൻഡ് റജി പറയും, ഒറ്റ സെക്കൻഡ്. അദ്ദേഹം പറഞ്ഞ വാക്കിലെന്താ? നേതൃത്വത്തിൽ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം എടുക്കാൻ ഒരാളുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ഒരാളുടെ നേതൃത്വത്തിൽ വഴിതടയൽ നടന്നു. നടത്തിയിട്ടുള്ളവരാണ് CPM എന്നുള്ളത് മറക്കരുത്. ബഹുമാനനായ ലാൽകുമാർ, അങ്ങേക്ക് സുവർണാവസരമാണ്. കാരണം ഇതിന്റെ ഒരു വിഷ്വല് KSUവിൻ്റെ കുട്ടികൾ ഈ മന്ത്രിയുടെ അടുത്ത് എത്തി എന്നുള്ളത് തെളിയിക്കുന്ന ഒരു വിഷ്വൽ കാണിച്ചാൽ ഏതാണ്ട് 100 അങ്ങനെ പറയരുത്. ആ ദൃശ്യം നോക്കൂ. പോലീസ് വലയത്തിനുള്ളിൽ മന്ത്രിക്ക് മുഖാമുഖം നിന്ന് കരിങ്കൊടി കാട്ടുന്നതിന്റെ ദൃശ്യം നിങ്ങൾ അതിന് പിരിച്ച ആ സ്വർണ്ണമൊന്നും ആർക്കും വേണ്ട. നോക്കൂ, പോലീസ് വലയത്തിനുള്ളിൽ മന്ത്രിക്ക് മുമ്പിൽ നിന്ന് വളരെ ആക്രമണ സ്വഭാവത്തോടുകൂടി പെരുമാറുന്നതാണ് കണ്ടത്. അവരിൽ നിന്ന് ഈ കരിങ്കൊടി പിന്നെ ആരുടെ കയ്യിലാണ്? പോലീസുകാരുടെ കയ്യിലോ? നോക്കൂ, കൃത്യമാണ് ആ ദൃശ്യം. ആ മന്ത്രിക്ക് മുമ്പിൽ നിന്നാണ്. എന്നിട്ടാണ് പോലീസ് പിടിച്ചു മാറ്റുന്നു, ഇവരെ കൊണ്ടുപോകുന്നതൊക്കെ. അതിന് മുമ്പുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. നോക്കൂ, KSU കുട്ടികൾ അടുത്തെത്തിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വിഷ്വൽ അങ്ങ് കാണിക്കൂ. എന്നിട്ട് ആ ദൃശ്യങ്ങളാണ് സാർ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മന്ത്രിക്ക് മുമ്പാകെ ഒരാൾ എത്തി കരിങ്കൊടിയുമായി. പോലീസ് വലയത്തിന് മുകളിൽ ഇതുപോലെ കൈ ഉയർത്തി കരിങ്കൊടിയുമായി നിൽക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ജയ്ക്കിന്റെ മറുപടി നമുക്ക് വേഗം അവസാനിപ്പിക്കാം, സമയം തീരുന്നു. ജയ്ക്ക്. ഇല്ല, യഥാർത്ഥത്തിൽ ഈ കാര്യത്തിനകത്ത് കേരളത്തിൻ്റെ ഇന്നയോളമുള്ള ചരിത്രത്തിൽ ഒരു വനിതാ രാഷ്ട്രീയ നേതാവിനെതിരെ ഇങ്ങനെ ഒരു കിടന്നാക്രമണം ഉണ്ടായതിൻ്റെ ഒരു അനുഭവം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്ക് ഇതേപോലെ മറ്റ് വിശദീകരിക്കാനുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായം, ഈ കാര്യത്തിനകത്ത് കോൺഗ്രസിൻ്റെ യുക്തിയെ മുഖവിലക്കെടുക്കുക പോലും ചെയ്യരുത്. അതിനെ കാലിനടിയിൽ ചവിട്ടിയരച്ച് കളയുന്ന പുല്ലിൻ്റെ പോലും വിലയിൽ അതിനില്ല. കാരണം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ കടന്നാക്രമണം ഉണ്ടായിട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പല പൗരപ്രമുഖന്മാർ
നേതാക്കന്മാരും വന്ന് ചോദിക്കുകയാണ്, ഇതിന്റെ ദൃശ്യമുണ്ടോ, ഇതിന്റെ ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് പരിക്കേൽക്കുന്നത് എന്നതിനെ സാധൂകരിക്കുന്ന ചിത്രമുണ്ടോ? ചിത്രവും ദൃശ്യവും ഇല്ലാതെ ഉണ്ടായിട്ടുള്ള കടന്നാക്രമണങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയും? നാളെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ അക്രമം ഉണ്ടാകുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ CCTVയോ മറ്റ് ക്യാമറ ദൃശ്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു പറഞ്ഞാൽ മതിയല്ലോ, ദൃശ്യവുമില്ല ചിത്രവുമില്ല, പ്രതിപക്ഷ നേതാവ് പതിവ് പോലെ ഒരു നുണ പറയുകയാണ് എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെയൊന്നും രാഷ്ട്രീയത്തെ വില കുറച്ച് കാണരുത്. നമ്മളുടെ നാട്ടിൽ ഒരാൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അങ്ങ് സൂചിപ്പിച്ച സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഏത് കാലയളവിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു നേർരേഖയുണ്ട്. രാഷ്ട്രീയത്തിൽ, ജനാധിപത്യ ക്രമത്തിൽ ഒക്കെ ഒരു നേർരേഖയുണ്ട്. ആ നേർരേഖയെ ലംഘിച്ച് എന്ത് തോന്നിയാസവും കാണിക്കും. പക്ഷേ നിങ്ങൾ അതിന്റെ ചിത്രവും തെളിവും ഉണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറയുന്നത് നാലായി മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്നാണ് സാധാരണഗതിയിൽ തിരികെ പറയേണ്ടത്. ദയവ് ചെയ്ത് അങ്ങേപ്പോലെ ഒരു മുതിർന്നയാൾ, പക്വതയുള്ളയാൾ ഈ മാതിരി ന്യായവാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട്, കോൺഗ്രസ്സുകാർ പോലും സ്വീകരിക്കാൻ സാധ്യതയില്ലാത്ത ന്യായവാദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇത്തരം വൃത്തികേടുകളെ ന്യായീകരിക്കാൻ ഒരുമിടല്ല. അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നന്ദി 3 പേർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും ഈ അഭിപ്രായങ്ങൾ നിങ്ങളുടേതായ നിലയിൽ പങ്കുവച്ചതിനും. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.